Good afternoon. Okay, good afternoon. Good afternoon, Miss. Okay, good afternoon. ഊണൊക്കെ കഴിച്ചാ? Good afternoon, ma'am. കഴിച്ചു. Okay. തുടങ്ങിയാലോ നമുക്കിപ്പോ കുട്ടികൾ വരെ കുറവാണല്ലോ പറ്റി. നമുക്ക് തുടങ്ങാം കേട്ടോ. ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്തു. പുതിയൊരു ചാപ്റ്റർ നമ്മൾ തുടങ്ങി വെച്ചു അല്ലെ, മെഡിക്കൽ റെക്കോർഡ്സ് അല്ലെ. നിങ്ങളുടെ കയ്യിൽ ചാപ്റ്റർ നമ്പർ 39 ആണ് കേട്ടോ. 39ാമത്തെ ചാപ്റ്റർ ആണ് മെഡിക്കൽ റെക്കോർഡ്സ്. ആ ഒരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ് മെഡിക്കൽ റെക്കോർഡ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ എല്ലാ റിലവന്റ് ആയിട്ടുള്ള മെഡിക്കൽ ഇൻഫർമേഷൻസ് എല്ലാം തന്നെ രേഖപ്പെടുത്തുന്ന ഒരു റെക്കോർഡാണ് അല്ലെ മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല അതൊരു ലീഗൽ റെക്കോർഡാണ്. നമ്മൾ പറഞ്ഞു ലീഗൽ റെക്കോർഡാണ്. അത് കൂടുതലും ആർക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത്? ആർക്കാണ്? പേഷ്യൻസിനാണ്. പറഞ്ഞ പേഷ്യൻസിന് മാത്രമല്ല കേട്ടോ, പേഷ്യൻസിനാണ് കൂടുതൽ പ്രയോജനപ്പെടുന്നത്. അതോടൊപ്പം തന്നെ അവിടുത്തെ കൺസൾട്ടൻസുകള്, മറ്റു മെഡിക്കൽ സ്റ്റാഫുകള്, ശരിക്കും പറഞ്ഞ് മൊത്തം ആശുപത്രിക്ക് തന്നെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള, അവർക്ക് ഏറെ പ്രയോജനപ്പെടുന്ന ഒരു റെക്കോർഡാണ് എന്ത് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത് അല്ലെ. പിന്നെ നമ്മൾ സ്റ്റാൻഡേർഡ്സിനെ പറ്റി പറഞ്ഞു അല്ലെ. എന്താണ് സ്റ്റാൻഡേർഡ്സ് എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് അളവ് അല്ലെങ്കിൽ ഗുണനിലവാരം എന്നിവ അളക്കുന്നതിനുള്ളൊരു നിയമമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്, സ്റ്റാൻഡേർഡ്സിനെ കണക്കാക്കുന്നത് അല്ലെ. ഈ സ്റ്റാൻഡേർഡ് ആരാണ് സെറ്റ് ചെയ്യുന്നത്? ആരാണ് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്നത്? ഒരു എക്സ്പെർട്ട് അതോറിറ്റി ആയിരിക്കും അല്ലെ. ഒരു റെപ്യൂട്ടഡ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു അതോറിറ്റി ആയിരിക്കും ഈ പറയുന്ന സ്റ്റാൻഡേർഡ്സുകളെല്ലാം തന്നെ എന്ത് ചെയ്യുന്നത്, സെറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ സ്റ്റാൻഡേർഡ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഒരു ലൈസൻസിങ് ആയിക്കോട്ടെ, അക്രഡിറ്റേഷൻ ആയിക്കോട്ടെ, അതുപോലെ അവർ കൊടുക്കുന്ന സേവനങ്ങൾക്കുള്ള പേയ്മെന്റും എല്ലാം ഈ പറയുന്ന സ്റ്റാൻഡേർഡ്സുകൾ പാലിച്ചുകൊണ്ടായിരിക്കണം അല്ലെ. നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ പിന്നെ നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ഹോസ്പിറ്റല് നിർബന്ധമായിട്ടും എന്താണ്, വളരെ കൃത്യവും സമയബന്ധിതവുമായിട്ട് പൂർത്തിയാക്കിയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്സുകൾ എല്ലാ ഹോസ്പിറ്റലുകളും നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം, സൂക്ഷിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞത്. പിന്നെ നമ്മൾ കണ്ടത് ഒരു ഇൻപേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ്സിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് കേട്ടോ. വളരെ കൃത്യമായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ ഡാറ്റ ഉണ്ടായിരിക്കണം. അതെ ജസ്റ്റ് കറക്റ്റ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു രോഗിയെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ആദ്യ 24 മണിക്കൂറിനുള്ള ഒരു ഡീറ്റെയിൽഡ് മെഡിക്കൽ ഹിസ്റ്ററി അല്ലെ, അതിന്റെ ഒരു രേഖ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താണ്, രോഗിയെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞിട്ട് ആദ്യ 24 മണിക്കൂറിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫിസിഷ്യന്റെ, ഒരു കൺസൾട്ടന്റിന്റെ ഒരു അസസ്മെന്റ് രേഖയും മെഡിക്കൽ റെക്കോർഡിനകത്ത് ഉണ്ടായിരിക്കണം. അതുപോലെ രോഗിയുടെ തന്നെ ഒരു കൺസെന്റ് അല്ലെ, അവരുടെ ഒരു സമ്മതത്തിന്റെ പ്രൂഫ്, അതിന്റെ ഒരു രേഖ ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡിൽ ഉണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ രോഗിക്കായിട്ട് കൊടുക്കുന്ന എല്ലാ ഡയഗ്നോസ്റ്റിക് ചികിത്സാ നടപടിക്രമങ്ങള്, അതുപോലെ ലാബ് ടെസ്റ്റുകള്, പിന്നെ ഈ പറഞ്ഞ റേഡിയോളജി ടെസ്റ്റുകള്, ന്യൂക്ലിയർ മെഡിസിൻ എക്സാമിനേഷൻസ്, പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാത്തിന്റെയും എന്താണ് രേഖകള് മെഡിക്കൽ റെക്കോർഡിൽ ഉണ്ടായിരിക്കണം. അതുപോലെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ റിപ്പോർട്ട്സും പ്രോഗ്രസ് നോട്ട്സും ഉണ്ടായിരിക്കണം. പിന്നെ ഓപ്പറേഷനും ഒക്കെ ചെയ്തിട്ടുള്ള രോഗികളാണെങ്കിൽ അവരുടെ ഓപ്പറേറ്റീവ് അനസ്തേഷ്യ റിപ്പോർട്ടുകള്. പിന്നെ നമ്മൾ പറഞ്ഞത് ഡിസ്ചാർജ് സമ്മറിയാണ് അല്ലെ. ആ ഡിസ്ചാർജ് സമ്മറിക്കകത്ത് കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് അവരെ അഡ്മിറ്റ് ചെയ്തത് അല്ലെ, അവരുടെ പ്രധാനപ്പെട്ട ഫൈൻഡിങ്സ് എന്തൊക്കെയാണ്, അവരുടെ അസുഖത്തെ സംബന്ധിച്ച് കണ്ടെത്തിയിട്ടുള്ള ഇമ്പോർട്ടന്റ് ഫൈൻഡിങ്സ് എന്തൊക്കെയാണ്, ചികിത്സാ നടപടികൾ, എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്തത്, അതുപോലെ തന്നെ ഡിസ്ചാർജ് സമയത്ത് അവരുടെ കണ്ടീഷൻ എന്തായിരുന്നു,
പിന്നീട് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം അവർക്ക് പറയാം ഫോളോ കെയർ ഒക്കെ കൊടുക്കും അല്ലെ. അതായത് ഈ പറയുന്ന രോഗികൾക്കും അവരുടെ ഫാമിലിക്കും ഒരു എന്താ കൊടുത്തിട്ടുള്ള ചില സ്പെസിഫിക് നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സമ്മറൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡിസ്ചാർജ് സമ്മറിയുടെ രേഖയും ഇതിനകത്ത് ഉണ്ടായിരിക്കണം, മെഡിക്കൽ റെക്കോർഡ്സിനകത്ത് ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞു മെഡിക്കൽ റെക്കോർഡ് എപ്പോഴും എന്തായിരിക്കണം, കോൺഫിഡൻഷ്യലി ഗ്യാരണ്ടീഡ് ആയിരിക്കണം അല്ലെ, സ്വകാര്യത ഉറപ്പുവരുത്തുന്നതായിരിക്കണം മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു വളരെ ജെനുവിൻ ആയിരിക്കണം, ട്രസ്റ്റ് വർത്തി ആയിരിക്കണം, അതുപോലെ ലെജിബിൾ ആയിരിക്കണം അല്ലെ, വളരെ വ്യക്തമായിരിക്കണം, കംപ്ലീറ്റ് ആയിരിക്കണം അല്ലെ. ഇതൊക്കെയാണ് ഒരു മെഡിക്കൽ റെക്കോർഡിന് വേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ നമ്മൾ തുടങ്ങി വെച്ചത് മെഡിക്കൽ റെക്കോർഡ് പോളിസീസ് ആണ് കേട്ടോ. മെഡിക്കൽ റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട ചില നയങ്ങളാണ്. അതിൽ 2 പോയിന്റ് നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു അല്ലെ. ഒന്നാമത്തെ എന്തായിരുന്നു, രജിസ്ട്രേഷൻ സിസ്റ്റം ആണ് അല്ലെ, രജിസ്ട്രേഷൻ സംവിധാനം. രജിസ്ട്രേഷൻ സംവിധാനത്തിൽ നമ്മൾ 3 പോയിന്റുകൾ മാത്രമേ പറഞ്ഞുള്ളൂ. എന്താണ് പറഞ്ഞത്, എല്ലാ ഔട്ട് പേഷ്യൻസിനും ഇൻ പേഷ്യൻസിനുമായിട്ട് 24 മണിക്കൂറും സേവനം നൽകുന്ന ഒരു സെൻട്രൽ രജിസ്ട്രേഷൻ സംവിധാനം ഇവിടെ ഉണ്ടായിരിക്കണം, ആശുപത്രിയിൽ ഉണ്ടായിരിക്കണം. അതാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ മാത്രമല്ല ഓരോ പേഷ്യന്റിനും ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള റെക്കോർഡ്, ഒരു യൂണിറ്റ് റെക്കോർഡ് ഉണ്ടായിരിക്കണം. അത് മാത്രമല്ല ഒരു പെർമനന്റ് രജിസ്ട്രേഷൻ നമ്പറും ഉണ്ടായിരിക്കണം. ആ നമ്പർ എന്ന് പറയുന്നത് ആ രോഗിയുടെ പരിചരണത്തിലുടനീളം പെർമനന്റ് ആയിരിക്കും അല്ലെ. നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരുപാട് ഇൻഫർമേഷൻസ് അവർ കളക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു എന്ത് ചെയ്യും, ഒരു രജിസ്ട്രേഷൻ ID അല്ലെ, UHID എന്നൊക്കെ പറയും. ആ ഒരു നമ്പർ നമുക്ക് തരികയാണ്. ആ നമ്പർ എപ്പോഴെങ്കിലും മാറും ഇല്ല, അതൊരു പെർമനന്റ് ആയിരിക്കും അല്ലെ. അതുപോലെ അവിടെ ഓരോ രോഗിക്കും എന്തുണ്ടായിരിക്കണം, പ്രത്യേകമായിട്ട് സിംഗിൾ ആയിട്ട് ഓരോ രോഗിക്കും എന്തുണ്ടായിരിക്കണം, മെഡിക്കൽ റെക്കോർഡ് ഉണ്ടായിരിക്കണം. ഒരു 3-4 രോഗികൾക്ക് കൂടി ഒറ്റ മെഡിക്കൽ റെക്കോർഡ്, ആ രീതിയിലല്ല. എത്ര രോഗികൾ ഉണ്ടെങ്കിലും ഓരോ രോഗിക്കും അവർക്ക് സിംഗിൾ ആയിട്ടുള്ള ഒരു യൂണിറ്റ് റെക്കോർഡും പെർമനന്റ് നമ്പറും ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞത് ഈ പറയുന്ന എമർജൻസി അല്ലെ, എമർജൻസി ആക്സിഡന്റ് രോഗികളാണെങ്കിൽ അവർക്കായിട്ട് 24 മണിക്കൂറും സേവനം നൽകുന്ന ഒരു സെപ്പറേറ്റ് രജിസ്ട്രേഷൻ സംവിധാനം എവിടെ ഉണ്ടായിരിക്കണം, ആശുപത്രിയിൽ ഉണ്ടായിരിക്കണം. തന്നെ എമർജൻസി കേസായിട്ട് വരുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് തന്നെ പ്രത്യേക രജിസ്ട്രേഷൻ സംവിധാനം ആശുപത്രിയിൽ ഉണ്ടായിരിക്കണം. അതാണ് നമ്മൾ അതിനകത്ത് പറഞ്ഞത്. രജിസ്ട്രേഷൻ സിസ്റ്റത്തിനകത്ത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അത്രയും പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞത് നമ്പറിംഗ് സിസ്റ്റത്തിനെ പറ്റിയാണ് അല്ലെ. നമ്പറിംഗ് സിസ്റ്റം എന്താണ് നമ്മൾ പറഞ്ഞേ, 6 ഡിജിറ്റ് നമ്പേഴ്സ് ആർ നോർമലി യൂസ്ഡ് ഫോർ ഔട്ട് പേഷ്യൻസ് ആൻഡ് ഇൻ പേഷ്യൻസ്. അതായത് ഔട്ട് പേഷ്യൻസിനും ഇൻ പേഷ്യൻസിനുമായിട്ട് ഒരു 6 ഡിജിറ്റ് നമ്പർ, എത്ര ഡിജിറ്റ് ആണ്, 6 ഡിജിറ്റ് നമ്പർ ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അതിന് നമ്മൾ പൊതുവെ MRN എന്നാണ് പറയുക കേട്ടോ, മെഡിക്കൽ റെക്കോർഡ് നമ്പർ എന്നാണ് പറയുക. പൊതുവെ ഒട്ടുമിക്ക ഹോസ്പിറ്റലുകളിലും ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡ് നമ്പറും രജിസ്ട്രേഷൻ നമ്പറും ഒക്കെ സെയിം ആയിരിക്കും. മിക്കവാറും ഹോസ്പിറ്റലിൽ സെയിം ആയിരിക്കും. ചിലയിടത്ത് മാത്രമാണ് ചെറിയൊരു വ്യത്യാസം വരാറുള്ളത്. പക്ഷെ എങ്ങനെയാണെങ്കിലും ഒരു 6 അക്ക നമ്പറാണ് പൊതുവായിട്ട് ഔട്ട് പേഷ്യൻസിനും ഇൻ പേഷ്യൻസിനുമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെന്താ പറഞ്ഞേ, ന്യൂ പേഷ്യന്റ് ഗെറ്റ്സ് എ ന്യൂ ഹോസ്പിറ്റൽ നമ്പർ ഓൺലി അറ്റ് ദ ഫസ്റ്റ് ടൈം ഓഫ് രജിസ്ട്രേഷൻ. നമുക്കറിയാം അല്ലെ, ഒരു പുതിയ രോഗിക്ക് ഒരു പുതിയ ആശുപത്രി നമ്പർ ലഭിക്കുന്നത് ആ രജിസ്ട്രേഷൻ ആദ്യ സമയത്ത് മാത്രമാണ് അല്ലെ. നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നു, നമ്മുടെ വിവരങ്ങൾ, നമ്മുടെ പേര്, നമ്മുടെ ഏജ്, നമ്മുടെ അഡ്രസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു അല്ലെ. അപ്പൊ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടാണ്, ഒരു രജിസ്ട്രേഷൻ ID നമുക്ക് കിട്ടാണ്. അതെന്ന് പറയുന്നത് ഇപ്പോഴും എന്തായാലും പെർമനന്റ് ആയിട്ട് നമ്മൾ എപ്പോ വേണമെങ്കിലും ആ ഒരു ഹോസ്പിറ്റലില് ചികിത്സയ്ക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് ഉപയോഗിച്ചാൽ മതി, ആ ഒരു രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ ആ ഒരു മെഡിക്കൽ റെക്കോർഡ് നമ്പർ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഓക്കെ, ഇതാണ് നമ്പറിംഗ് സിസ്റ്റത്തിൽ കണ്ടത്. ഇനി ഉള്ള തൊട്ടാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത് കേട്ടോ. അടുത്തതാണിത് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് കേട്ടോ. നെക്സ്റ്റ് എന്താണ്, പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ്. എന്താണ് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. The patient master index is designed with the important identification information for each new patient registered in the central registration area and filed in alphabetical order in the manual system and electronically through computer. Okay. അപ്പൊ നമുക്ക് രജിസ്ട്രേഷൻ സംവിധാനം മനസ്സിലായി, നമ്പറിംഗ് സംവിധാനം മനസ്സിലായി. അടുത്തതാണ് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ്. നമുക്ക് വേണമെങ്കിൽ അതിനെ
PMI എന്ന് വേണമെങ്കിൽ ഷോർട്ട് ആക്കി പറയാം കേട്ടോ. പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ്. എന്താണ് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രജിസ്ട്രേഷൻ ഏരിയയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഓരോ രോഗിയുടെയും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഐഡന്റിഫിക്കേഷൻ ഇൻഫർമേഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് നിർമ്മിക്കുന്നത്, പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് തയ്യാറാക്കുന്നത്. മനസ്സിലായോ? രജിസ്ട്രേഷൻ ഏരിയയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഓരോ പുതിയ രോഗിക്കും ആ അവരുടെ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഐഡന്റിഫിക്കേഷൻ തിരിച്ചറിയൽ വിവരങ്ങൾ ഏതൊക്കെയാണോ അത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് തയ്യാറാക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ പേര്, അവരുടെ അഡ്രസ് അതെല്ലാവർക്കും യുണീക്ക് ആയിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു ഐഡന്റിഫിക്കേഷൻ ഡാറ്റ പ്രയോജനപ്പെടുത്തിയിട്ടാണ് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് തയ്യാറാക്കുന്നത്. ഓക്കെ, ഇനി അത് തയ്യാറാക്കിയിട്ട് എങ്ങനെയൊക്കെ നമുക്ക് ഫയൽ ചെയ്യാം? രണ്ട് രീതിയിൽ നമുക്ക് ഫയൽ ചെയ്ത് വെക്കാം. ഒന്ന് മാനുവൽ സിസ്റ്റത്തിൽ ഫയൽ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇലക്ട്രോണിക്കലി, ദാറ്റ് മീൻസ് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്ത് വെക്കാം, ഫയൽ ചെയ്ത് വെക്കാം. ഓക്കെ, മാനുവൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ഡാറ്റ കംപ്ലീറ്റ് എൻ്റർ ചെയ്യുന്ന ത്രൂ മാനുവലി ആയിരിക്കും. ആളുകൾ തന്നെ എഴുതി തയ്യാറാക്കി ഒരു ഫയൽ പോലെ സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മള് മാനുവൽ സിസ്റ്റത്തിലാണ് ഫയൽ ചെയ്യുന്നതെങ്കിൽ ആൽഫബറ്റിക്കൽ ഓർഡറിൽ വേണം ഫയൽ ചെയ്യുന്നതായിട്ട്. ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഫയലുകൾ എളുപ്പം എന്തെങ്കിലും സാഹചര്യം നമുക്ക് പെട്ടെന്ന് റിട്രീവ് ചെയ്യാനായിട്ട് എളുപ്പം ഉണ്ടായിരിക്കും അല്ലെ, ആൽഫബറ്റിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ. ഇനി കമ്പ്യൂട്ടറിലാണെങ്കിൽ എന്താണ്, ഇലക്ട്രോണിക്കലി അല്ലെ, ദാറ്റ് മീൻസ് ഇലക്ട്രോണിക്കലി ത്രൂ കമ്പ്യൂട്ടർ ഡാറ്റാബേസ്. കമ്പ്യൂട്ടർ ഡാറ്റാബേസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഫയൽ ചെയ്ത് വെക്കാൻ സാധിക്കും. രണ്ട് രീതിയിൽ നമുക്ക് ഫയൽ ചെയ്ത് വെക്കാം. മനസ്സിലായോ? ഒന്നുകൊണ്ടൊന്ന് വായിക്കാം. പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ്. The patient master index is designed with the important identification information for each new patient registered in the central registration area and filed in alphabetical order in the manual system and electronically through computer. Okay, manual system alphabetical order. ഇനി നമുക്ക് ഇലക്ട്രോണിക്കലി തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്ത് വെക്കാം, ഫയൽ ചെയ്ത് വെക്കാം. ക്ലിയർ ആയി മനസ്സിലാക്കുന്നു കേട്ടോ. ഇത്രയുള്ളൂ പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ്. അടുത്തത് എന്താണ്, പേഷ്യന്റ് ID ആൻഡ് അപ്പോയിന്റ്മെന്റ് കാർഡ്. പേഷ്യന്റ് ID ആൻഡ് അപ്പോയിന്റ്മെന്റ് കാർഡ് എന്താണ് പറയുന്നത്, in each new patient registered for outpatient or inpatient service should be given an identification card. അപ്പൊ നമ്മൾക്ക് ഈ രജിസ്ട്രേഷൻ എല്ലാം കഴിയുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഇൻപേഷ്യന്റ് ഔട്ട്പേഷ്യന്റ് സേവനങ്ങൾക്കായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഓരോ പേഷ്യൻസിനും എന്ത് നൽകിയിരിക്കണം, തിരിച്ചറിയൽ കാർഡ് അല്ലെ, ആ ഒരു ID കാർഡ് അവർക്ക് നൽകിയിരിക്കണം. പിന്നീട് നമുക്ക് ആ ഒരു കാർഡിനകത്ത് നമ്മുടെ പേരുണ്ടാവും, നമ്മുടെ അഡ്രസ് ഉണ്ടായിരിക്കും, അതുപോലെ നമ്മുടെ എന്താ പറയാ രജിസ്ട്രേഷൻ നമ്പറും എല്ലാം ഉണ്ടായിരിക്കും അല്ലെ. പിന്നീട് നമുക്ക് എന്ത് ആവശ്യത്തിന് പോകും ആ കാർഡ് നമുക്ക് ഉപയോഗിച്ചാൽ മതി. അത് തന്നെയാണ് അവിടെ പറയുന്നത് കേട്ടോ. ഈ പറയുന്ന രജിസ്റ്റർ ചെയ്തിട്ടുള്ള പേഷ്യൻസ്, ഔട്ട് പേഷ്യന്റ് ഇൻപേഷ്യന്റ് സേവനങ്ങൾക്കായിട്ട് രജിസ്റ്റർ ചെയ്ത പേഷ്യൻസ് എന്ത് നൽകിയിരിക്കണം, ഒരു ഐഡന്റിഫിക്കേഷൻ കാർഡ്, തിരിച്ചറിയൽ കാർഡ് നൽകിയിരിക്കണം. ഓക്കെ, അടുത്തതാണ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. എന്താണ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തിൽ പറയുന്നത്, ഇൻ ഓൾ റെഫറൽ or specialty hospitals the appointment system should be practiced. അതായത് എല്ലാ റെഫറൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലും അപ്പോയിന്റ്മെന്റ് സംവിധാനം പ്രാക്ടീസ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. എന്താണ് റെഫറൽ ഹോസ്പിറ്റൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റെഫറൽ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ടെർഷ്യറി കെയർ ഹോസ്പിറ്റൽ ആണ് കേട്ടോ. അതായത് ഏറ്റവും നമ്മള് ക്ലാസിഫിക്കേഷൻ പഠിച്ചതാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ, ടെർഷ്യറി കെയർ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിരുന്നു നമ്മള്. അപ്പൊ ഈ പറയുന്ന റെഫറൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു ടെർഷ്യറി കെയർ ഹോസ്പിറ്റൽസ് ആണ്. എന്ന് വെച്ചാൽ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പരിചരണം കൊടുക്കുന്ന ഹോസ്പിറ്റലാണ് അല്ലെ. അപ്പൊ മിക്കവാറും രോഗികളെ മറ്റേതെങ്കിലും ഡോക്ടേഴ്സോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹോസ്പിറ്റലുകാരോ റെഫർ ചെയ്തുകൊണ്ട് വിടുന്ന പേഷ്യൻസിന് സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ പരിചരണങ്ങളൊക്കെ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളാണ് കേട്ടോ. എന്നുവെച്ചാൽ കുറേ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കെയർ കൊടുക്കുന്നതാണ് റെഫറൽ ഹോസ്പിറ്റൽ. സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പൊ എല്ലാ റെഫറൽ അതുപോലെ തന്നെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും ഈ പറയുന്ന അതെ കറക്റ്റ് ആണ് കേട്ടോ മോളെ. മെഡിക്കൽ കോളേജ് ശരിയാണ്. നമ്മൾ അവിടെ നിന്ന് ടെർഷ്യറി കെയർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. മെഡിക്കൽ കോളേജ് ആകുമ്പോൾ ഒരുപാട് സംവിധാനങ്ങൾ അവിടെ ഉണ്ട് അല്ലെ. അതിനനുസരിച്ചുള്ള കെയറിന് നമുക്ക് അവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഒരു റെഫറൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ അപ്പോയിന്റ്മെന്റ് സംവിധാനം ഉപയോഗിച്ചിരിക്കണം. ഇന്നൊക്കെ അങ്ങനെയാണല്ലോ എല്ലാവരും ചെയ്യുന്നത്. നമ്മൾ മിക്കവാറും നമുക്ക് ഡോക്ടറെ നമ്മൾ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്ത് ഷെഡ്യൂൾ ചെയ്തിട്ടൊക്കെയാണ് ഇപ്പൊ നമ്മള് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അല്ലെ.
ഓക്കെ, പിന്നെന്താണ്? ഓൾ പേഷ്യൻസ് മസ്റ്റ് നോട്ടീസ്ഡ് ദ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ആക്സെപ്റ്റ്. അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ആക്സെപ്റ്റ് ലേബർ ആൻഡ് എമർജൻസി കേസസ്. അതായത് ലേബർ എമർജൻസി കേസുകൾ ഒഴികെയുള്ള എല്ലാ രോഗികളും ഈ പറയുന്ന അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ശ്രദ്ധിച്ചിരിക്കണം. ഇപ്പൊ നമുക്കറിയാം ലേബർ എമർജൻസി കേസ് എന്ന് പറയുമ്പോൾ അത് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന കേസാണ്. ഇപ്പൊ പെട്ടെന്ന് ഒരു ഡെലിവറി പെയിൻ വന്ന് ഒരു എന്താണ് പേഷ്യന്റിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണം. അപ്പൊ നമുക്ക് അവിടെ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് ഷെഡ്യൂൾ എടുത്തൊന്നും അങ്ങനെയുള്ള ഒരു പറ്റില്ല. അതുപോലെ എമർജൻസി കേസുകളും ആക്സിഡന്റ് എമർജൻസി കേസുകളൊക്കെ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ മാത്രം അധികം ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ളവരൊഴികെ ബാക്കി എല്ലാ രോഗികളും ഈ പറയുന്ന അപ്പോയിന്റ്മെന്റ് സംവിധാനം ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ആ രീതിയിൽ വേണം നമ്മൾ ഹോസ്പിറ്റലിന്റെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്താനായിട്ട്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ? ശരി, എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ പറഞ്ഞോട്ടോ. അടുത്ത ഭാഗത്തോട്ട് പോവാട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ് കേട്ടോ. ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ്. അപ്പൊ നമ്മൾ രജിസ്ട്രേഷൻ സംവിധാനത്തെ പറ്റി പറഞ്ഞു, നമ്പറിംഗ് സിസ്റ്റത്തെ പറ്റി പറഞ്ഞു, പിന്നെ നമ്മൾ പറഞ്ഞത് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ്, പേഷ്യന്റ് ID ആൻഡ് അപ്പോയിന്റ്മെന്റ് കാർഡ്, അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. ഇനി അടുത്തത് നമുക്ക് അറിയേണ്ടത് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ് ആണ്. അന്വേഷണ റിപ്പോർട്ടുകളാണ്, അതായത് പരിശോധന റിപ്പോർട്ടുകളാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, അവിടെ ഔട്ട് പേഷ്യൻസിനും ഇൻ പേഷ്യൻസിനുമായിട്ട് രണ്ട് രീതിയിലാണ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ അവിടെ ആക്സെപ്റ്റ് ചെയ്ത് ഫയൽ ചെയ്ത് വെക്കുന്നത്. രണ്ടു കൂട്ടർക്കും രണ്ട് രീതിയിലാണ്. രണ്ടുപേർക്കും ഒരുപോലെയല്ല. ഔട്ട് പേഷ്യന്റിന് ഒരു തരത്തിലാണെങ്കിൽ ഇൻ പേഷ്യന്റിന് വേറൊരു തരത്തിലാണ് ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ കളക്ട് ചെയ്യുന്നതും ഫയൽ ചെയ്യുന്നതും. അത് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. എന്നിട്ട് നമുക്ക് വായിക്കാം. ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ്, ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട്സ് ഓഫ് ഔട്ട് പേഷ്യൻസ്. ശ്രദ്ധിക്കാട്ടോ, ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട്സ് ഓഫ് ഔട്ട് പേഷ്യൻസ് should be accepted and scaled by the medical record department. ആരാണ്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. എവിടെയാണ്? ഇൻ ദ സ്പെസിഫിക് പേഷ്യന്റ് റെക്കോർഡ്സ്. മനസ്സിലായോ? പറഞ്ഞേ, ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട്സ് ഓഫ് ഔട്ട് പേഷ്യൻസ് should be accepted and scaled by the medical record department in the specific patient records. അതായത് ഔട്ട് പേഷ്യൻസ് അല്ലെ, ഔട്ട് പേഷ്യൻസിന്റെ ഈ പറയുന്ന പരിശോധന റിപ്പോർട്ടുകൾ, ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ടുകൾ എല്ലാം തന്നെ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ് ആക്സെപ്റ്റ് ചെയ്യുന്നതും അത് സ്കെയിൽ ചെയ്യുന്നതും. അതും എങ്ങനെയാണ്? സ്പെസിഫിക് പേഷ്യന്റ് റെക്കോർഡ് എന്ന രീതിയിൽ കേട്ടോ. സ്പെസിഫിക് പേഷ്യന്റ് റെക്കോർഡ് എന്നുള്ള രീതിയിൽ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഔട്ട് പേഷ്യൻസിന്റെ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ടുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നതും ഫയൽ ചെയ്ത് സൂക്ഷിക്കുന്നത്. മനസ്സിലായല്ലോ? സ്കെയിൽഡ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സ്കെയിൽഡ് എന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, ഫയലിംഗ് ആൻഡ് ഓർഗനൈസിംഗ് ദ റിപ്പോർട്ടാണ് കേട്ടോ. ഈ കിട്ടുന്ന റിപ്പോർട്ടുകളെ കൃത്യമായിട്ട് ഫയൽ ചെയ്തിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ സ്കെയിൽഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഔട്ട് പേഷ്യന്റ് ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട് ആര് സ്വീകരിക്കും? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കും. എവിടെയാണ് അവർ ഫയൽ ചെയ്ത് വെക്കുന്നത്? സ്പെസിഫിക് പേഷ്യന്റ് റെക്കോർഡ് എന്നുള്ള രീതിയിലാണ് അത് ഫയൽ ചെയ്ത് സൂക്ഷിക്കുന്നത്. ഇനി അടുത്തത് നോക്കിയേ, ഇൻ പേഷ്യന്റ് ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട്സ് ഷുഡ് ബി ആക്സെപ്റ്റഡ് ആൻഡ് സ്കെയിൽഡ് ഓൺ ദ വാർഡ്. ഇവിടെയാണ് ഓൺ ദ വാർഡ് ബൈ വാർഡ് ക്ലർക്ക് ഓർ നഴ്സ്. അപ്പൊ ഇൻ പേഷ്യൻസിന്റെ, അതായത് അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ടുകൾ ഒരു വാർഡിലാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഒരു വാർഡിലാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഫയൽ ചെയ്ത് വെക്കുന്നത്. ആരാണ് ഇത് ഫയൽ ചെയ്ത് വെക്കുന്നത്? വാർഡ് ക്ലർക്ക് ഓർ നഴ്സ് അല്ലെ. ഒന്നില്ലെങ്കിൽ വാർഡ് ക്ലർക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ആ വാർഡിന് ഇൻചാർജ് ഉള്ള നേഴ്സ് ആയിരിക്കാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവരാണ് ഈ പറയുന്ന ഇൻ പേഷ്യൻസിന്റെ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഫയൽ ചെയ്ത് സൂക്ഷിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അത്രയുള്ളൂ അതിനകത്ത്. ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്, ഔട്ട് പേഷ്യൻസിന്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ആക്സെപ്റ്റ് ചെയ്ത് ഫയൽ ചെയ്ത് വെക്കുന്നത്. അത് സ്പെസിഫിക് പേഷ്യന്റ് റെക്കോർഡ് എന്നുള്ള രീതിയിലാണ് അവിടെ ഫയൽ ചെയ്ത് വെക്കുന്നത്. ഇൻപേഷ്യൻസിന്റെ കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു വാർഡിലാണ് അവരുടെ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട്. കാരണം ഒരു ഇൻപേഷ്യന്റ് ആണ്, അവിടെ ഓൾറെഡി അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ റെക്കോർഡ്സ് മീൻസ് ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ടുകൾ വാർഡിൽ ആക്സെപ്റ്റ് ചെയ്ത് വാർഡിൽ തന്നെ സൂക്ഷിക്കുന്നു. അത് ഒന്നില്ലെങ്കിൽ വാർഡ് ക്ലർക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ വാർഡിൽ ഇൻചാർജ് ഉള്ള ഒരു നഴ്സും ആയിരിക്കും അത് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ക്ലിയർ ആണെന്ന് വെച്ചാൽ കേട്ടോ. അടുത്തതാണ് ഹെൽത്ത് സെന്റർ കേട്ടോ. ഹെൽത്ത് സെന്ററിനെ പറ്റി എന്താണ് പറയുന്നത്? The health center or clinic
നോർമലി ഡയറക്ട്സ് ദ പേഷ്യൻസ് ടു ദ ഹോസ്പിറ്റൽ വിത്ത് എ റെഫറൽ ലെറ്റർ. അല്ലെ, നമുക്കറിയാം അല്ലെ, ഒരു ഹെൽത്ത് സെന്റർ അഥവാ ഒരു ക്ലിനിക്കിൽ നിന്നും ഒരു രോഗി ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെയാണ് ഒരു റെഫറൽ ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഹോസ്പിറ്റലിലോട്ട് അയക്കുന്നത്. നമുക്കറിയാം ഹെൽത്ത് സെന്റർ ക്ലിനിക് എന്ന് പറഞ്ഞാല് പ്രൈമറി കെയർ ഹോസ്പിറ്റൽ ആണ് അല്ലെ, വെറും എന്താണ് പ്രാഥമികമായിട്ടുള്ള പരിചരണം കൊടുക്കുന്ന ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റികളാണ്. അപ്പം ചിലപ്പോൾ ഒരുപക്ഷെ ഒരു രോഗിക്ക് ഒരു ബെറ്റർ കെയർ കൊടുക്കണമെങ്കിൽ അവരെന്ത് ചെയ്യും, കുറച്ചും കൂടി നല്ല ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ബെറ്റർ പരിചരണം ലഭിക്കുന്ന വേറെ ഹോസ്പിറ്റലിലേക്ക് അവരെ റെഫർ ചെയ്ത് വിടും. അപ്പൊ എപ്പോഴാണ് ഒരു റെഫറൽ ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ഹെൽത്ത് സെന്റർ ക്ലിനിക്ക് ആശുപത്രിയിലേക്ക് രോഗികളെ പറഞ്ഞയക്കുന്നത് അല്ലെ. പിന്നെ എന്താണ്, ദ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് സെന്റർ മസ്റ്റ് ഡെവലപ്പ് എ ക്ലിയർ റെഫറൽ ആൻഡ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഫോർ ബോത്ത് ന്യൂ ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻസ്. അതായത് ഇത് പറയുന്നത് ഹോസ്പിറ്റൽ ആയാലും ശരി, അങ്ങോട്ടേക്ക് റെഫർ ചെയ്യുന്ന ഹെൽത്ത് സെന്റർ ആയിക്കഴിഞ്ഞാലും ഈ പറയുന്ന വളരെ വ്യക്തമായിട്ടുള്ള റെഫറൽ അപ്പോയിന്റ്മെന്റ് സംവിധാനം അവിടെ ഒരുക്കിയിരിക്കണം. അതും ഈ പറയുന്ന പുതിയ പേഷ്യൻസിനായാലും ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ടാവും, അവിടെ ചികിത്സയിൽ ഇരിക്കുന്ന പേഷ്യൻസ് ഉണ്ടാവും. രണ്ടു കൂട്ടർക്കും ഒരുപോലെ വളരെ വ്യക്തമായിട്ടുള്ള റെഫറൽ അപ്പോയിന്റ്മെന്റ് സംവിധാനം എവിടെ ഒരുക്കിയിരിക്കണം, ഹോസ്പിറ്റലിലും ഉണ്ടായിരിക്കണം, ഹെൽത്ത് സെന്ററിലും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്തതാണ് റെഫറൽ ഓഫ് എ പേഷ്യന്റ്. ഇനി പേഷ്യന്റിന്റെ റെഫറലുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. നമ്മൾ നേരത്തെ തൊട്ട് മുമ്പത്തെ പോയിന്റിൽ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റൽ ആയാലും ഹെൽത്ത് സെന്റർ ആയിക്കഴിഞ്ഞാലും ഒരു ക്ലിയർ ആയിട്ടുള്ള റെഫറൽ സംവിധാനം ഉണ്ടായിരിക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ റെഫറലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. The 3 copies should be received by the hospital. The first 2 copies should be presented to the hospital by the patient, while the third copy should be retained by the referring health center or clinic. എന്താണ് പറയുന്നത്, നമ്മൾ പറഞ്ഞല്ലോ റെഫറൽ ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് ഹെൽത്ത് സെന്ററുകാര് പേഷ്യന്റിനെ എങ്ങോട്ടേക്ക് പറഞ്ഞേക്കുന്നത്, ഹോസ്പിറ്റലിലോട്ട് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ റെഫറൽ ലെറ്ററിന്റെ 3 കോപ്പികളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, റെഫറൽ ലെറ്ററിന്റെ 3 കോപ്പികളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിനകത്ത് ആദ്യത്തെ 2 കോപ്പി ഉണ്ടല്ലോ, ആദ്യത്തെ 3 കോപ്പി എടുത്തതിൽ ആദ്യത്തെ 2 കോപ്പികള് രോഗി തന്നെ ഹോസ്പിറ്റലിൽ ഹാജരാക്കണം. ഓക്കെ, രോഗി അവര് പോകുന്ന ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, ആ ഒരു ഹോസ്പിറ്റലില് ഈ 2 കോപ്പീസ് രോഗി തന്നെ ഹോസ്പിറ്റലിൽ ഹാജരാക്കണം. ഇനി തേർഡ് കോപ്പി ഉണ്ട്, മൂന്നാമതൊരു കോപ്പി ഉണ്ടല്ലോ, ആ കോപ്പി വന്നിട്ട് എവിടെയാണ് സൂക്ഷിക്കേണ്ടതെന്ന് അറിയാമോ, റെഫറിംഗ് ഹെൽത്ത് സെന്റർ അല്ലെങ്കിൽ ക്ലിനിക്കിലാണ്. അതായത് ആരാണോ അത് റെഫർ ചെയ്ത് വിട്ടെ ആ ഒരു ഹെൽത്ത് സെന്റർ അല്ലെങ്കിൽ ക്ലിനിക്കിലായിരിക്കണം മൂന്നാമത്തെ റെഫറൻസ് ലെറ്റർ സൂക്ഷിക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പൊ മൊത്തത്തില് 3 കോപ്പീസ് ഉണ്ട് കേട്ടോ. അതാണ് അവിടെ പറഞ്ഞത് 3 copies ഷുഡ് ബി റിസീവ്ഡ് ബൈ ദ ഹോസ്പിറ്റൽ. അത് അങ്ങനെ എഴുതരുത്, അങ്ങനെ പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. ഹോസ്പിറ്റലിൽ തന്നെ 3 കോപ്പി കിട്ടണമെന്ന് വിചാരിക്കും. അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്, 3 കോപ്പികൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അതിന് ആദ്യത്തെ 2 കോപ്പികൾ ഹോസ്പിറ്റലിൽ രോഗി ഹാജരാക്കാം. പിന്നെ മൂന്നാമത്തെ കോപ്പി വന്നിട്ട് റെഫർ ചെയ്ത് വിട്ടുന്ന ഹെൽത്ത് സെന്റർ അല്ലെങ്കിൽ ആ ക്ലിനിക്കിനകത്താണ് സൂക്ഷിക്കേണ്ടത്. ആ ഒരു കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. 3 copies should be received by the hospital. The first 2 copies should be presented to the hospital by the patient, while the third copy should be retained by the referring health center or clinic. Clear ആയല്ലോ? ഇനി അടുത്തത് എന്താണ് പറയുന്നത്, ആഫ്റ്റർ ട്രീറ്റ്മെന്റ് the first copy should be passed on the health center or hospital as a feedback information, and the second copy should be retained in the hospital. നമ്മൾ പറഞ്ഞല്ലോ 3 എണ്ണത്തില് 2 കോപ്പികളും എവിടേക്കാ പോകുന്നത്, ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നത്. അപ്പൊ ഈ ട്രീറ്റ്മെന്റിന് ശേഷം, ചികിത്സയ്ക്ക് ശേഷം ആദ്യത്തെ ഒരു കോപ്പി, ഫസ്റ്റ് കോപ്പി ഉണ്ടല്ലോ, അതെന്ത് ചെയ്യണം, ഈ പറയുന്ന ഹെൽത്ത് സെന്ററിലോട്ട് പാസ് ചെയ്യണം. അതും ഒരു ഫീഡ്ബാക്ക് ഇൻഫർമേഷൻ ആയിട്ട് പാസ് ചെയ്യണം. മനസ്സിലായി? കാരണം അവിടെ നിന്നാണല്ലോ രോഗിനെ റെഫർ ചെയ്ത് ഹോസ്പിറ്റലിലോട്ട് പറഞ്ഞയച്ച്. അപ്പൊ ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യണം, ട്രീറ്റ്മെന്റിന് ശേഷം അതിൽ ഒരു കോപ്പി ഹെൽത്ത് സെന്ററിലോട്ട് പാസ് ചെയ്യണം. അത് അവർക്കുള്ള ഒരു ഫീഡ്ബാക്ക് ഇൻഫർമേഷൻ ആയിട്ട് പാസ് ചെയ്തിരിക്കണം. സെക്കൻഡ് കോപ്പി വന്നിട്ട് ഷുഡ് ബി റീറ്റെയിൻഡ് ഇൻ ദ ഹോസ്പിറ്റൽ. രണ്ടാമത്തെ കോപ്പി അവിടെ തന്നെ സൂക്ഷിക്കാം, ഹോസ്പിറ്റലിൽ തന്നെ സൂക്ഷിക്കാം. മനസ്സിലായല്ലോ പറഞ്ഞത്? അതാണ് റെഫർ. അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു റെഫറൻസ് സംവിധാനം ഉണ്ടായിരിക്കണം. അതാണ് റെഫറൽ ഓഫ് എ പേഷ്യന്റ് കേട്ടോ. ക്ലിയർ ആയില്ലേ പറഞ്ഞത്? മനസ്സിലാവുന്നില്ലേ? ഓക്കെ അല്ലേ? അടുത്തതാണ്, ആർക്കെങ്കിലും മനസ്സിലാവാന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. അടുത്തത് ഔട്ട് പേഷ്യന്റ് ക്ലിനിക്സ് കേട്ടോ.
ഔട്ട് പേഷ്യന്റ് ക്ലിനിക്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇങ്ങനെ വായിക്കാം. The names of all outpatient clinics with the names of the clinic chiefs in the hospital should be revealed in the main entrance of the outpatient department, and in each clinic the name of the chief consultant should also be revealed. ഇതാണ് പറയുന്നത്. അതായത് ആശുപത്രിയിലുള്ള എല്ലാ ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകളുടെ പേരുകൾ, ആ പേരിനോടൊപ്പം ആ ഓരോ ക്ലിനിക്കിന്റെയും ഇൻചാർജുകളായ ചീഫിന്റെ പേരും കൂടെ അതിനകത്ത് വേണം കേട്ടോ. അപ്പൊ ആശുപത്രിയിലുള്ള എല്ലാ ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകളുടെയും പേരുകള് എവിടെ പ്രദർശിപ്പിച്ചിരിക്കണം? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന കവാടത്തില് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മള് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ആ ഒരു ഹോസ്പിറ്റലിലുള്ള എല്ലാ ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകളുടെ പേരുകൾ ഒരു വലിയ ബോർഡിലായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. ആ എൻട്രൻസ് നമ്മൾ കയറി ചെല്ലുന്നതോടെ തന്നെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ കാർഡിയോളജി, പൾമണോളജി അല്ലെങ്കിൽ നെഫ്രോളജി, അതൊക്കെ ഓരോ ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകളാണ് അല്ലെ. കാർഡിയോളജി വകുപ്പ് അല്ലെങ്കിൽ പൾമണോളജി വിഭാഗം, നെഫ്രോളജി, ന്യൂറോളജി, അതുപോലെ ഗൈനക്കോളജി എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും. അത് മാത്രമല്ല, ഈ പറയുന്ന ഓരോ ക്ലിനിക്കിന്റെയും പേരുകൾ മാത്രമല്ല, അതിനകത്തുള്ള ചീഫിന്റെ അല്ലെ, അതായത് ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആയിരിക്കാം, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കാം, ആ ഒരു ഡോക്ടറുടെ പേരും അതിന്റെ നേരെ എഴുതിയിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അത് പൊതുവെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഒരു എൻട്രൻസ് ഭാഗത്ത് പ്രദർശിപ്പിച്ചിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ? The names of all outpatient clinics. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, നിങ്ങളെ ഇങ്ങനെ വായിക്കേണ്ട. The names of all outpatient clinics with the names of the clinic ഉണ്ടല്ലോ, with the names of the clinic chiefs, അതൊന്ന് വെട്ടിയിട്ടുണ്ട് കേട്ടോ. അത് വിട്ടാൽ അതൊന്ന് വെട്ടിക്കോ കേട്ടോ. With the names of the clinic chiefs വെട്ടാം. കാരണം അതേ പോയിന്റ് തന്നെ ലാസ്റ്റ് പറയുന്നുണ്ട്, അതേ സെയിം പോയിന്റ് ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പൊ എന്ത് പറഞ്ഞാൽ മതി നമുക്ക് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ വായിക്കാം. The names of all outpatient clinics in the hospital should be revealed in the main entrance of the outpatient department, and in each clinic the name of the chief consultant should also be revealed. അങ്ങനെ വായിക്കാം കേട്ടോ. ഓക്കെ, അടുത്തതാണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസ്. ഇതാണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസ്. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓഫ് ദ 3 ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഫോംസ്, the first copy is kept in the casualty department. Second copy is presented by the patient in the pharmacy to get the medication, and the third copy is kept by the patient. ഇതാണ് പറയുന്നത്. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, റെഫറൽ സിസ്റ്റത്തെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു 3 കോപ്പികൾ റെഫറൽ ലെറ്റേഴ്സ് ഉണ്ടായിരിക്കണം എന്നാണ് അല്ലെ. എന്നതുപോലെ ആക്സിഡന്റ് എമർജൻസി സേവനങ്ങളാണെങ്കിൽ അതിലും ഈ പറഞ്ഞോളം 3 ആക്സിഡന്റ് എമർജൻസി ഫോമുകൾ ഉണ്ടായിരിക്കണം കേട്ടോ. 3 ഓക്കെ, 3 ആക്സിഡന്റ് എമർജൻസി ഫോമുകൾ ഉണ്ടായിരിക്കണം. അതെന്ന് വെച്ചാൽ കണ്ടന്റ് സെയിം ആണ് കേട്ടോ. 3 എന്ന് പറയുമ്പോൾ 3 വ്യത്യസ്ത കണ്ടന്റുകളല്ല, 3 സെയിം ആണ്. അപ്പൊ ഈ പറയുന്ന 3 ആക്സിഡന്റ് എമർജൻസി ഫോമുകൾ ഉണ്ടായിരിക്കണം. അതിനകത്ത് ഫസ്റ്റ് കോപ്പി, ആദ്യത്തെ കോപ്പി കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിലാണ് സൂക്ഷിക്കേണ്ടത്. എന്നുവെച്ചാൽ അത്യാഹിത വിഭാഗം ഉണ്ടല്ലോ, അവിടെയാണ് സൂക്ഷിക്കേണ്ടത്. സെക്കൻഡ് കോപ്പി വന്നിട്ട് രോഗികള് അവർക്ക് മരുന്ന് ലഭിക്കാൻ വേണ്ടിയിട്ട് ഫാർമസിയിൽ കീപ്പ് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ കോപ്പി വന്നിട്ട് രോഗി എന്ത് ചെയ്യണം, അവർക്ക് മരുന്ന് ലഭിക്കാനായിട്ട് ഫാർമസി ഡിപ്പാർട്ട്മെന്റിലേക്ക് പാസ് ചെയ്യും. പിന്നെ മൂന്നാമതൊരു കോപ്പി ഉണ്ടല്ലോ, അത് പേഷ്യന്റ് അയാളുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കാം. അങ്ങനെയാണ് 3 ഫോംസ് വരുന്നത്. മനസ്സിലായല്ലോ? എമർജൻസി ആക്സിഡന്റ് ഫോമുകൾ 3 ഉണ്ടാവും. അതിനകത്ത് ഒരു ഫോം കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ സൂക്ഷിക്കാം. രണ്ടാമത്തെ കോപ്പി വന്നിട്ട് രോഗിക്ക് മരുന്ന് ലഭിക്കാൻ ഫാർമസി ഡിപ്പാർട്ട്മെന്റിൽ പാസ് ചെയ്യാം. തന്നെ മൂന്നാമത്തെ കോപ്പി വന്നിട്ട് രോഗിയുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കാം. ഓക്കെ, അടുത്ത നോക്കാം കേട്ടോ. The second and third copies become part of the main patient file if this patient is admitted to either an outpatient or an inpatient service. Inpatient എന്നാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്, ഇന്നാണ് കേട്ടോ. ഇൻപേഷ്യന്റ് തക്കമ മാറ്റിയിട്ട് എന്നിടാം കേട്ടോ, ഇൻപേഷ്യന്റ് സർവീസ്. എന്താണ് പറയുന്നത്? നമ്മൾ ഈ പറഞ്ഞ സെക്കൻഡ് തേർഡ് കോപ്പി ഉണ്ടല്ലോ, അതെന്ന് പറഞ്ഞാല് മെയിൻ പേഷ്യന്റ് ഫയലിന്റെ ഭാഗമായിട്ട് മാറും. എപ്പോഴാണ് മെയിൻ പേഷ്യന്റ് ഫയലിന്റെ ഭാഗമായിട്ട് മാറുന്നത്? ഇഫ് ദ പേഷ്യന്റ് ഈസ് അഡ്മിറ്റഡ് ടു ഐദർ ആൻ ഔട്ട് പേഷ്യന്റ് ഓർ ഇൻപേഷ്യന്റ് സർവീസ് അല്ലെ. അതായത് ആ ഒരു രോഗി ഔട്ട് പേഷ്യന്റ് ഇൻപേഷ്യന്റ് സേവനങ്ങൾക്കായിട്ട് പ്രവേശിക്കപ്പെടുന്ന സമയത്ത് ഈ പറയുന്ന 2ഉം 3ഉം കോപ്പികൾ മെയിൻ പേഷ്യന്റ് ഫയലിന്റെ ഭാഗമായിട്ട് മാറും. ഓക്കെ, രണ്ടാമത്തെ ഫാർമസിയിൽ കൊടുത്തിട്ടുണ്ട്, മൂന്നാമത്തെ എന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പൊ അതില് ഔട്ട് പേഷ്യന്റ് ആയിട്ടോ ഇൻപേഷ്യന്റോ ആയിട്ട് ആ ഒരു ഹോസ്പിറ്റലിൽ സേവനം അവർ ഉപയോഗിക്കുന്ന സമയങ്ങളിൽ ഈ പറയുന്ന 2ഉം 3ഉം കോപ്പികൾ മെയിൻ പേഷ്യന്റ് ഫയലിന്റെ ഭാഗമായിട്ട് മാറും. ഓക്കെ, ഇനി അടുത്ത നോക്കാം.
The first copy is retained in the casualty department. അറിയാലോ ഓൾറെഡി ആദ്യത്തെ കോപ്പി നമ്മൾ എവിടെ കൊടുത്തിട്ടുണ്ട്? കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തിട്ടുണ്ട്. സോ ഫസ്റ്റ് കോപ്പി is retained in the casualty department. ഡിപ്പാർട്ട്മെന്റിൽ തന്നെയായിരിക്കും. ഇനി നോക്കാം കേട്ടോ. If a patient has a unit record in the hospital and the casualty medical officer wants to inspect, ഇവിടെ ഇൻസ്പെക്ട് കഴിഞ്ഞിട്ട് ഒരു കോമ കൊടുക്കുക കേട്ടോ. The medical record department should pass on the record to him. എന്താണ് പറയുന്നത്? ഇപ്പൊ ഒരു പേഷ്യന്റിന് ഒരു യൂണിറ്റ് റെക്കോർഡ്, അവർക്ക് ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു മെഡിക്കൽ റെക്കോർഡ് ആ ഹോസ്പിറ്റലിൽ ഉണ്ടെന്നിരിക്കട്ടെ. അപ്പൊ സ്വാഭാവികമായിട്ടും കാഷ്വാലിറ്റിയിലുള്ള മെഡിക്കൽ ഓഫീസർക്ക് ആ ഒരു റെക്കോർഡ് പരിശോധിക്കേണ്ടതായിട്ട് വന്നാൽ എന്ത് ചെയ്യണം? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യണം? ആ രോഗിയുടെ റെക്കോർഡ് ആർക്ക് പാസ് ചെയ്യണം? ആ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർക്ക് പാസ് ചെയ്യണം. മനസ്സിലായോ? അതായത് ചിലപ്പോ ഒരു രോഗിനെ എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോ ആ രോഗിക്ക് ഓൾറെഡി ആ ഹോസ്പിറ്റലിൽ എന്തുണ്ട്? മെഡിക്കൽ റെക്കോർഡ് ഉള്ളതാണ്. ഓക്കെ, ഉള്ളതാണെങ്കിൽ കാഷ്വാലിറ്റിയിലേക്കാണല്ലോ കൊണ്ടുവരുന്നത്. കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരുമ്പോൾ കാഷ്വാലിറ്റി ഡോക്ടർക്ക് ഇയാളുടെ മെഡിക്കൽ റെക്കോർഡ് കാണേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആ സമയങ്ങളിൽ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യണം? ആ രോഗിയുടെ മെഡിക്കൽ റെക്കോർഡ് കാഷ്വാലിറ്റി ഡോക്ടർക്ക് കൈമാറിക്കണം. ഓക്കെ, അതാ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇഫ് എ പേഷ്യന്റ് ഹാസ് എ യൂണിറ്റ് റെക്കോർഡ്, a patient has a unit record in the hospital and the casualty medical officer wants to inspect it, the medical record department should pass on the record to him. Clear ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലായില്ലേ? അടുത്തത് കേട്ടോ, ക്ലിയർ ആയി. അടുത്തത്, all diagnostic investigation reports of a casualty patient are affixed to the casualty form. അതായത് ഈ കാഷ്വാലിറ്റിയിലുള്ള രോഗികളുടെ എല്ലാ ഡയഗ്നോസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകളും കാഷ്വാലിറ്റി ഫോമിന്റെ കൂടെ അഫിക്സ് ചെയ്തിരിക്കണം. എന്ന് വെച്ചാൽ കാഷ്വാലിറ്റി ഫോമിന്റെ കൂടെ എൻക്ലോസ് ചെയ്തിരിക്കണം അല്ലെ. നമുക്കറിയാം അതിലൊരു ഫോം എവിടെയാണ് സൂക്ഷിക്കുന്നത്? കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിലാണ് സൂക്ഷിക്കുന്നത്. അപ്പൊ ഈ കാഷ്വാലിറ്റിയിൽ വരുന്ന ഈ പേഷ്യന്റിന്റെ എല്ലാവിധ ഡയഗ്നോസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകളും ഈ ഒരു ഫോമിന്റെ കൂടെ എൻക്ലോസ് ചെയ്തതിന്റെ അഫിക്സ് ചെയ്ത് സൂക്ഷിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. All diagnostic investigation reports of a casualty patient are affixed to the casualty form. Clear ആയോ? അടുത്തത് എന്താണ്? The reports become part of the main patient file if a patient is referred as either an outpatient or inpatient. നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് ആണ് കേട്ടോ. അതായത് ഈ പറയുന്ന റിപ്പോർട്ടുകള് മെയിൻ പേഷ്യന്റ് ഫയലിന്റെ ഭാഗമായിട്ട് മാറും. എപ്പോഴാണ് ഈ പേഷ്യന്റ് ഒരു ഔട്ട് പേഷ്യന്റോ ഇൻപേഷ്യന്റോ ആയിട്ട് റെഫർ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന റിപ്പോർട്ടുകളെല്ലാം മെയിൻ പേഷ്യന്റ് ഫയലിന്റെ ഭാഗമായിട്ട് മാറും. അതായത് മെയിൻ മെഡിക്കൽ റെക്കോർഡിന്റെ ഭാഗമായിട്ട് മാറും. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഇനി 2 മിനിറ്റ് ഇതൊന്ന് വായിച്ചേ നിങ്ങള്. മെഡിക്കൽ റെക്കോർഡ് പോളിസി ഇനി ഉണ്ട് കേട്ടോ പഠിക്കാനായിട്ട്. മെഡിക്കൽ റെക്കോർഡ് പോളിസീസിന്റെ നമ്മൾ പഠിച്ച രജിസ്ട്രേഷൻ സിസ്റ്റം, നമ്പറിംഗ് സിസ്റ്റം, പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ്, അവിടെ തൊട്ട് നമ്മൾ ഈ പറഞ്ഞ ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസ് വരെ ഒന്ന് നിങ്ങൾ വായിക്കാം. ഒന്ന് വായിക്കേട്ടോ. ഞാൻ എന്നിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. വായിച്ചോളൂ, എന്നിട്ട് ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. അല്ലെങ്കിൽ കിട്ടലുണ്ടോന്ന് അറിയാമോ? എന്താണ് ശ്രീലക്ഷ്മി? ആക്സിഡന്റ് ആൻഡ് എമർജൻസി 5th പോയിന്റ് അല്ലെ? 5. All diagnostic investigation reports of the casualty patient are affixed to the casualty form. Okay, അതായത് കാഷ്വാലിറ്റിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ കാഷ്വാലിറ്റി ഫോം ഉണ്ടായിരിക്കും അല്ലെ? ഫോം ഉണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞില്ല ആക്സിഡന്റ് എമർജൻസി സർവീസിൽ 3 ഫോം എടുക്കും. അതിലൊരു ഫോം നമ്മൾ എവിടെ കീപ്പ് ചെയ്യുന്നത്? കാഷ്വാലിറ്റിയിലാണ് അല്ലെ? അപ്പൊ ഇവിടെ പറയുന്നത് ഈ കാഷ്വാലിറ്റി ഫോമിന്റെ കൂടെ ആ പേഷ്യന്റിന്റെ എല്ലാ ഡയഗ്നോസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകളും ഈ ഫോമിന്റെ കൂടെ അഫിക്സ് ചെയ്തിരിക്കുന്നത്. എന്നുവെച്ചാൽ ആ ഫോമിന്റെ കൂടെ ഉൾപ്പെടുത്തണം. മനസ്സിലായല്ലോ? കാഷ്വാലിറ്റിയിൽ ഒരു ഫോം ഫിൽ ചെയ്യുന്നുണ്ട്, സൂക്ഷിക്കുന്നുണ്ട്. അതിനുശേഷം ഈ പേഷ്യന്റ് കൊണ്ടുവരുമ്പോൾ അയാൾക്ക് ഒരുപാട് ചികിത്സ അതൊക്കെ നടത്തുമല്ലോ, ഡയഗ്നോസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്തി അതിന്റെ റിപ്പോർട്ടുകളൊക്കെ കിട്ടും. അപ്പൊ അത് ഈ പറയുന്ന കാഷ്വാലിറ്റി ഫോമിന്റെ കൂടെ എന്ത് ചെയ്തിരിക്കണം? ഫിക്സ് ചെയ്യുക. ഫിക്സ് ചെയ്ത് ചൊട്ടിക്കുക, അല്ലെങ്കിൽ അതിന്റെ കൂടെ പിൻ ചെയ്ത് വെക്കുക കേട്ടോ. അതാണ് ഉദ്ദേശിക്കുന്നത്.
മനസ്സിലായോ? ഓക്കെ, ഒന്ന് വായിക്കൂട്ടോ. വായിച്ചു നോക്കിയോ? വായിച്ചു നോക്കിയോ എല്ലാവരും? ചോദിക്കട്ടെ എന്നാ? വായിച്ചു നോക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് പറയുക കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയാലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നോക്കാം. നമ്മള് ഈ പറയുന്ന രജിസ്ട്രേഷൻ അല്ലെ, രജിസ്ട്രേഷൻ ഏരിയയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള രോഗികളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ അല്ലെ, തിരിച്ചറിയൽ വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കുന്നത് എന്താണ്? എന്താണ് നമ്മൾ തയ്യാറാക്കുന്നത്? രജിസ്റ്റർ ചെയ്ത രോഗിയുടെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചറിയൽ വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ തയ്യാറാക്കുന്നത് എന്താണ്? എന്താണ് നമ്മൾ തയ്യാറാക്കുന്നത്? ഓക്കെ, അതില് പറഞ്ഞു മെഡിക്കൽ റെക്കോർഡ് അല്ലെ. മെഡിക്കൽ റെക്കോർഡ് ദാറ്റ് മീൻസ് ഇവിടെ പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് ആണ് കേട്ടോ. ഉത്തരം വരുന്നത് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് ആണ്. മെഡിക്കൽ റെക്കോർഡ് ശരിയാണ് കേട്ടോ. മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുമ്പോൾ കുറെ കൂടെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ അവരുടെ ഐഡന്റിഫിക്കേഷൻ വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കുന്ന ഒരു രേഖയാണ്. ഉത്തരം ഏതാ വരാം? പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് ആണ് കേട്ടോ. പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ്. മെഡിക്കൽ റെക്കോർഡ് തെറ്റാണെന്നല്ല പറയുന്നത്. മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുമ്പോൾ അതിൽ റിലവന്റ് ആയിട്ടുള്ള എല്ലാ മെഡിക്കൽ ഇൻഫർമേഷൻസും അടങ്ങുന്നതാണ് മെഡിക്കൽ റെക്കോർഡ്. ഇത് വളരെയധികം കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു റെക്കോർഡാണ്. ഞാൻ ചോദിച്ചത് പ്രധാനപ്പെട്ട തിരിച്ചറിയൽ വിവരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കുന്ന ആ ഒരു റെക്കോർഡിനെ നമ്മൾ എന്താ പറയാ? പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് ആണ് കേട്ടോ. പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്ന PMI ആണ്. ഓക്കെ, അടുത്തത് കേട്ടോ. അടുത്തൊരു ചോദ്യം നോക്കട്ടെ. ഹെൽത്ത് സെന്ററിൽ നിന്നും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് രോഗികളെ പറഞ്ഞയക്കുന്നത് എന്തിന്റെ സഹായം എന്തുപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഹെൽത്ത് സെന്ററിൽ നിന്ന് പേഷ്യൻസിനെ ഹോസ്പിറ്റലിലേക്ക് സെൻഡ് ചെയ്യുന്നത്? എന്തുപയോഗിച്ചുകൊണ്ടാണ്? പറയൂ, നിങ്ങൾ പറ. യെസ്, കറക്റ്റ്. ജിസ്ന കറക്റ്റ് ആണ്. സുനി, സൗമ്യ, ശ്രീലക്ഷ്മി, രമ്യ, സീജ, ആതിര, ഓക്കെ കറക്റ്റ് ആണ് കേട്ടോ. റെഫറൽ ലെറ്റർ ആണ് അല്ലെ. റെഫറൽ ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. കറക്റ്റ് ആണ് കേട്ടോ. ജിസ്നിയ, സുജിത, ആതിര കറക്റ്റ് ആണ് കേട്ടോ. അടുത്തത് ഞാൻ ചോദിക്കട്ടെ, ഔട്ട് പേഷ്യന്റിന്റെ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട്സുകൾ ആരാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്? ആരാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്? ഔട്ട് പേഷ്യന്റ് ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ടുകൾ ആരാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്? ആരാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്? യെസ്, കറക്റ്റ് ആണ് കേട്ടോ. സുനി, ശ്രീലക്ഷ്മി പറഞ്ഞു ചീഫ് കൺസൾട്ടന്റ്. ചീഫ് കൺസൾട്ടന്റ് എന്ന് പറയില്ല കേട്ടോ. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഇതാണ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. പക്ഷെ ആ ഉത്തരം ഇതല്ല കേട്ടോ. ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട് അല്ലെ. ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട് ഔട്ട് പേഷ്യൻസിന്റെ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ടുകൾ ആരാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ആരാണ്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഇനി എന്ത് പേരിലാണ് നമ്മൾ അവിടെ സൂക്ഷിക്കുന്നത്? നമ്മൾ പറഞ്ഞല്ലോ, പേഷ്യൻസിന്റെ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ടുകൾ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആക്സെപ്റ്റ് ചെയ്തിട്ട് എവിടെയാണ് അത് ഫയൽ ചെയ്ത് വെക്കുന്നത്? എന്തായിട്ടാണ് ഫയൽ ചെയ്ത് വെക്കുന്നത്? എന്തായിട്ടാണ് നമ്മൾ ഫയൽ ചെയ്ത് വെക്കുന്നത്? പറയാം, എന്തായിട്ടാണ് ഫയൽ ചെയ്ത് വെക്കുന്നത്? പറഞ്ഞേ. യെസ്, കറക്റ്റ് ആണ്. സുനി കറക്റ്റ് ആണ് കേട്ടോ. സ്പെസിഫിക് പേഷ്യന്റ് റെക്കോർഡ് എന്നുള്ള രീതിയിലാണ് ഫയൽ ചെയ്ത് വെക്കുന്നത് കേട്ടോ. സ്കെയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഫയലിംഗ് ആൻഡ് ഓർഗനൈസിംഗ് ആണ് കേട്ടോ. അപ്പൊ ബാക്കിയുള്ളവർക്ക് കിട്ടിയില്ലേ? സുനി മാത്രമേ പറഞ്ഞുള്ളൂല്ലോ. ബാക്കിയുള്ളവർക്ക് മനസ്സിലായില്ലേ ചോദ്യം എന്താന്നുള്ളത്? എന്തായിട്ടാണ് അവിടെ നമ്മൾ സൂക്ഷിക്കുന്നത്? സ്പെസിഫിക് പേഷ്യന്റ് റെക്കോർഡ്സ് ആയിട്ടാണ് സൂക്ഷിക്കുന്നത് അല്ലെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ഇൻപേഷ്യൻസിന്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ എവിടെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്? ഇൻപേഷ്യൻസിന്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ് എവിടെയാണ്? കറക്റ്റ് ആണ്. ഷിജിത പറഞ്ഞു വാർഡ്. എവിടെയാണ്? വാർഡാണ് അല്ലെ. വാർഡിൽ ആരായിരിക്കും? വാർഡ് ക്ലർക്കോ നഴ്സ് ആയിരിക്കും അല്ലെ. വാർഡ് ക്ലർക്കോ നഴ്സ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? വാർഡ് ക്ലർക്കോ നഴ്സ് ആയിരിക്കും. ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മൾ പറഞ്ഞു റെഫറൽ സിസ്റ്റത്തെ പറ്റി പറഞ്ഞു അല്ലെ. അപ്പൊ ഈ പേഷ്യന്റിന്റെ റെഫറൽ സിസ്റ്റത്തിന്റെ എത്ര കോപ്പികളാണ് നമ്മൾ റെഫറൽ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്? എത്ര കോപ്പികളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? ഓക്കെ,
3 ആണ് കേട്ടോ. സുനി, രേഷ്മ, ജസ്ന, ഷിജിത, രമ്യ, ആതിര, സൗമ്യ, അഫ്സൽ, സീജ മോൾ, രഞ്ജിത, ജിസ്ന, ശ്രീലക്ഷ്മി, ശ്യാമ. കറക്റ്റ് ആണ് കേട്ടോ. 3 എണ്ണമാണ് അല്ലെ. ഓക്കെ, ഈ 3 എണ്ണത്തില് ആദ്യത്തെ 2 കോപ്പികൾ എവിടെയാണ് സൂക്ഷിക്കേണ്ടത്? ആദ്യത്തെ 2 കോപ്പികൾ എവിടെയാണ് സൂക്ഷിക്കേണ്ടത്? ഹോസ്പിറ്റൽ. ഓക്കെ ഓക്കെ, ഹോസ്പിറ്റലിലാണ് കേട്ടോ. ഷിജിത ഹോസ്പിറ്റലിലാണ്. ഓക്കെ, മാറിപ്പോവരുത്. എവിടെയാണ്? അത് കാഷ്വാലിറ്റി വരുന്ന എമർജൻസിയുടെ കാര്യത്തിലാണ് കേട്ടോ. ഞാൻ പറഞ്ഞ റെഫറലിന്റെ കാര്യമാണ് പറഞ്ഞത്, റെഫറൽ ലെറ്ററിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പോ 2 കോപ്പി എവിടെ സൂക്ഷിക്കണം? ഹോസ്പിറ്റലിൽ സൂക്ഷിക്കണം. 1 കോപ്പി എവിടെ സൂക്ഷിക്കേണ്ടേ? ആ 3ാമത്തെ കോപ്പി എവിടെ സൂക്ഷിക്കേണ്ടേ? അതന്നെ, റെഫറിംഗ് ഹെൽത്ത് സെന്റർ അല്ലെ, ക്ലിനിക്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ശ്രീലക്ഷ്മി, ആതിര, സുനി കറക്റ്റ് ആണ് കേട്ടോ. എവിടെ സൂക്ഷിക്കേണ്ടത്? ഹെൽത്ത് സെന്റർ. ആരാണോ റെഫർ ചെയ്തത് ഹെൽത്ത് സെന്ററിനാണ് ഹെൽത്ത് സെന്ററിൽ, ക്ലിനിക്കിനാണ് റെഫർ ചെയ്ത് വിടുന്നതെന്ന് വെച്ചാൽ ക്ലിനിക്കിൽ വേണം സൂക്ഷിക്കാനായിട്ട്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ അടുത്തത് കേട്ടോ, ആക്സിഡന്റ് എമർജൻസി സർവീസ് ഫോമുകളെ പറ്റി നമ്മൾ പറഞ്ഞു. അവിടെ എത്ര ഫോമുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? 3 ഫോമാണ് അല്ലെ, 3 ഫോമാണ്. അതില് ഓക്കെ കറക്റ്റ്. ഫസ്റ്റ് ഫോം അല്ലെ, ഫസ്റ്റ് കോപ്പി എവിടെയാണ് സൂക്ഷിക്കേണ്ടത്? ഫസ്റ്റ് കോപ്പി ആക്സിഡന്റ് എമർജൻസി സേവനങ്ങളുടെ 3 കോപ്പി ഉണ്ട്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ജിസ്ന തെറ്റിപ്പോയി, ഫാർമസി അല്ല കേട്ടോ. ആദ്യത്തെ കോപ്പി എവിടെയാണ്? കാഷ്വാലിറ്റി കേട്ടോ. രേഷ്മ, ആതിര, ശ്യാമ, ശ്രീലക്ഷ്മി, ഷിജിത. ഓക്കെ, കുഴപ്പമില്ല ജിസ്ന. ഓക്കെ, കറക്റ്റ് ആണ്, കാഷ്വാലിറ്റിയിലാണ് കേട്ടോ. 2ാമത്തെ കോപ്പിയോ? സെക്കൻഡ് കോപ്പി എവിടെ സൂക്ഷിക്കണ്ടേ? ഫാർമസി. ഓക്കെ, ഫാർമസിയിൽ കേട്ടോ, കറക്റ്റ് ആണ്. പിന്നെ 3ാമത്തെ കോപ്പിയോ? 3ാമത്തെ കോപ്പി എവിടെ സൂക്ഷിക്കണ്ടേ? ആരുടെ അടുത്ത് സൂക്ഷിക്കണ്ടേ 3ാമത്തെ? ഓക്കെ, കറക്റ്റ്, പേഷ്യന്റ് അല്ലെ. രേഷ്മ, ആതിര, സുനി, രമ്യ, ജസ്ന, സൗമ്യ, ശ്യാമ, ഷിജിത, രഞ്ജിത, ശ്രീലക്ഷ്മി, ജസ്ന, അഫ്സൽ. കറക്റ്റ് ആണ് കേട്ടോ. പേഷ്യന്റ്. ഓക്കെ, പേഷ്യന്റിന്റെ അടുത്താണ് സൂക്ഷിക്കേണ്ടത്. ഇനി നമ്മൾ നമ്പറിംഗ് സിസ്റ്റത്തിന് എത്ര ഡിജിറ്റ് നമ്പറാ യൂസ് ചെയ്യാം? നമ്പറിംഗ് സിസ്റ്റത്തില് എത്ര ഡിജിറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യാം മെഡിക്കൽ റെക്കോർഡ് നമ്പർ ആയിട്ട്? കറക്റ്റ് ആണ് കേട്ടോ, 6 അല്ലെ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ശ്രീലക്ഷ്മി, ഷിജിത, ഫഹീം. ഓക്കെ, സീജാമോൾ. കറക്റ്റ് ആണ് കേട്ടോ. 6 ഡിജിറ്റ് നമ്പർ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് നമ്മൾ അവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. അല്ലാണ്ട് വേറെ കൂടുതലൊന്നും അതിൽ ചോദിക്കാനില്ല കേട്ടോ. ഓക്കെ ആണല്ലോ? അപ്പൊ അങ്ങനെ ക്ലിയർ അല്ലേ നിങ്ങള്? റെഫറൽ ഒന്ന് ശ്രദ്ധിക്കുക, ആക്സിഡന്റ് എമർജൻസി സർവീസുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ഭാഗത്തോട്ട് നമുക്ക് പോവാം. അഡ്മിഷൻ ഓഫീസർ കേട്ടോ. നെക്സ്റ്റ് എന്താണ്? അഡ്മിഷൻ ഓഫീസർ. അഡ്മിഷൻ ഓഫീസിനെ പറ്റി നമുക്ക് എന്താണ് പഠിക്കേണ്ടത്? അഡ്മിഷൻ ഓഫീസ് വിൽ ബി ഇൻ വർക്കിംഗ് അറൌണ്ട് ദ ക്ലോക്ക്. 24 അവറും പ്രവർത്തിക്കുന്ന ഒരു ഇതാണ് അല്ലെ അഡ്മിഷൻ ഓഫീസ് എന്ന് പറയുന്നത്. ആൻഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ അഡ്മിഷൻ ഓഫ് പേഷ്യൻസ്, ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് ദ ബെഡ് ഒക്യുപ്പൻസി ബോർഡ് ആൻഡ് ഫോർ ദ സേഫ് കീപ്പിംഗ് ഓഫ് പേഷ്യൻസ് പ്രോപ്പർട്ടി if there is any absence of a patient's relative. എന്താണ് പറയുന്നത്? അതായത് അഡ്മിഷൻ ഓഫീസർ എന്ന് പറയുന്നത് 24 അവറും പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് അവർക്ക് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട് അഡ്മിഷൻ ഓഫീസർ? ഒന്ന് അഡ്മിറ്റ് ചെയ്യുക അല്ലെ, പേഷ്യൻസിന് അഡ്മിഷൻ കൊടുക്കുക. 2ാമത്തെ പറയുന്നത് മെയിൻ്റനൻസ് ഓഫ് ദ ബെഡ് ഒക്യുപ്പൻസി ബോർഡ്. എന്താണ് ബെഡ് ഒക്യുപ്പൻസി ബോർഡ്? ഒരു ഹോസ്പിറ്റലിനകത്ത് നമ്മൾ അവിടുത്തെ ബെഡ്സിന്റെ, പ്രത്യേകിച്ച് അഡ്മിറ്റ് ആകുമ്പോഴാണ് നമുക്ക് ഈ ബെഡിന്റെ കണക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അല്ലെ. ഈ പറയുന്ന എത്ര ബെഡ്സ് അവിടെ അവൈലബിൾ ആണ്, അതിൽ എത്ര ബെഡുകൾ ഒക്യുപ്പൈഡ് ആണ്, ഇനി എത്ര ബെഡുകൾ ബാലൻസ് ഉണ്ട് എന്നുള്ളത് റെഗുലർലി ഡെയിലി അതിങ്ങനെ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ. അപ്പൊ ആ ഒരു അപ്ഡേഷൻ കൃത്യമായിട്ട് ഒരു വിഷ്വൽ ഡിസ്പ്ലേ ബോർഡിനകത്ത് എന്ത് ചെയ്തിരിക്കണം? എക്സിബിറ്റ് ചെയ്തിരിക്കണം. അത് എക്സിബിറ്റ് ചെയ്യാന്ന് വെച്ചാൽ അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. കാര്യം പല ചിലപ്പോ അഡ്മിറ്റ് ആയ ചിലർക്ക് ഡിസ്ചാർജ് ചെയ്തു പോകും. അപ്പൊ അതിനനുസരിച്ച് ബെഡിന്റെ അവൈലബിലിറ്റി കൂടും. ചിലപ്പോൾ പേഷ്യൻസിന്റെ എണ്ണം, അഡ്മിറ്റ് ആവുന്നവരുടെ എണ്ണം കൂടുമ്പോൾ പേഷ്യന്റ് ബെഡ് ഒക്യുപ്പൻസി കുറയും. അപ്പൊ അതിങ്ങനെ എന്താണ് ഓരോ സമയത്തും അതിങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് ആ ഒരു വിഷ്വൽ ഡിസ്പ്ലേ ബോർഡിനകത്ത് പ്രദർശിപ്പിച്ചിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ബെഡ് ഒക്യുപ്പൻസി ആ ഒരു ബോർഡിന്റെ മെയിൻ്റനൻസ്, പിന്നെന്താണ് രോഗികൾക്ക് അവരുടെ കൂടെ ബന്ധുക്കളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു രോഗികളുടെ പ്രോപ്പർട്ടികളൊക്കെ വളരെ സേഫ് ആയിട്ട് സൂക്ഷിക്കാം അല്ലെ, വളരെ സെക്യൂർഡ് ആയിട്ട് സൂക്ഷിക്കാം. അങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റി ഒക്കെയാണ് ആർക്കുള്ളത്? അഡ്മിഷൻ ഓഫീസിന് ഉള്ളത്. മനസ്സിലായോ? അഡ്മിഷൻ ഓഫീസ് എന്ന് പറയുന്നത് 24 അവറും പ്രവർത്തിക്കുന്ന ഒരു എന്താ പറയുക സംവിധാനമാണ് അഡ്മിഷൻ ഓഫീസ്. അവരുടെ പ്രധാനപ്പെട്ട 3 ഉത്തരവാദിത്തങ്ങൾ വെച്ചാൽ ഒന്ന് പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുക, ഈ പറയുന്ന ബെഡ് ഒക്യുപ്പൻസി ബോർഡുകൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക,
പിന്നെ പേഷ്യൻസിനെ സംബന്ധിച്ച് അവരുടെ ബന്ധുക്കൾ ആരും ഇല്ലെങ്കിൽ അവരുടെ പ്രോപ്പർട്ടികൾ കൃത്യമായിട്ട് അവരുടെ പ്രോപ്പർട്ടി വളരെ സേഫ് ആയിട്ട് സൂക്ഷിക്കുക അല്ലെ. ആരും എടുത്തു പോവാതെ അല്ലെങ്കിൽ മിസ്സായി പോവാതെ അത് സൂക്ഷിക്കുക. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. Admission office will be working around the clock and is responsible for the admission of patients, for the maintenance of the bed occupancy board, and for the safekeeping of patients' property if there is any absence of a patient's leave. Clear ആയല്ലോ? അടുത്തതാണ് ഡയറക്റ്റ് അഡ്മിഷൻ. എന്താണ് ഡയറക്റ്റ് അഡ്മിഷൻ? എന്താണ് ഡയറക്റ്റ് അഡ്മിഷനെ പറ്റി പറയുന്നത്? The ward manager in charge is liable for registering the case in the admission office within 2 hours of the patient's admission to the ward. എന്താണ് പറയുന്നത്? അതായത് ഒരു രോഗിനെ വാർഡിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാല്, പ്രവേശിപ്പിച്ചു കഴിഞ്ഞാല് 2 മണിക്കൂറിനുള്ളിൽ അല്ലെ, വിത്തിൻ 2 hours 2 മണിക്കൂറിനുള്ളിൽ ഈ പറയുന്ന അഡ്മിഷൻ എവിടെ, അഡ്മിഷൻ ഓഫീസിൽ അത് രജിസ്റ്റർ ചെയ്യണം. കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള ബാധ്യത ആർക്കാണുള്ളത്? വാർഡ് മാനേജർക്കാണുള്ളത്. മനസ്സിലായോ? അതായത് ഒരു രോഗിയെ വാർഡിലേക്ക് അഡ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു കേസ് അതും 2 മണിക്കൂറിനുള്ളിലാണ് പറയുന്നത്. വിത്തിൻ 2 hours, വിത്തിൻ 2 മണിക്കൂറിനുള്ളിൽ അഡ്മിഷൻ ഓഫീസിൽ ആ രോഗിയുടെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കണം. ആരാണ് രജിസ്റ്റർ ചെയ്യാനുള്ള ഉത്തരവാദിത്തം? വാർഡ് മാനേജർക്കാണ് കേട്ടോ. ആർക്കാണ്? വാർഡ് മാനേജർക്കാണ്. സോ ദ വാർഡ് മാനേജർ ഇൻ ചാർജ് ഈസ് ലയബിൾ ഫോർ രജിസ്റ്ററിംഗ് ദ കേസ് ഇൻ ദ അഡ്മിഷൻസ് ഓഫീസ് വിത്തിൻ 2 hours of the patient's admission to the ward. മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ? ആർക്കാണ് ഉത്തരവാദിത്തം? വാർഡ് മാനേജർക്കാണ് കേട്ടോ. എത്ര സമയത്തിനുള്ളിലാണ്? 2 മണിക്കൂറിനുള്ളിൽ കേട്ടോ. അടുത്തതാണ് അബ്സ്കോണ്ടഡ് പേഷ്യൻസ് കേട്ടോ. അബ്സ്കോണ്ടഡ് പേഷ്യൻസ് എന്താണ്? അബ്സ്കോണ്ടഡ് എന്ന് പറഞ്ഞാല് ഒളിച്ചോടി പോകുന്ന രോഗികൾ കേട്ടോ. ഒളിച്ചോടി പോകുന്ന രോഗികൾ, ഓക്കെ, അവരെയാണ് ഉദ്ദേശിക്കുന്നത്. അവരുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോളിസികൾ എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അബ്സ്കോണ്ടഡ് പേഷ്യൻസ് ശ്രദ്ധിക്കാം. ഇൻഫർമേഷൻ അബൌട്ട് absconded patients who ran away must be recorded in the patient's file with the details regarding the date and time the patient was found to be missing from the ward. ചില രോഗികൾ എന്ത് ചെയ്യും? ആശുപത്രിയിൽ നിന്ന് ഓടിപ്പോകും അല്ലെ. ആശുപത്രിയിൽ നിന്ന് ഓടിപ്പോകുന്ന ചില അബ്സ്കോണ്ട് ചെയ്ത് പോകുന്ന പേഷ്യൻസ് ഉണ്ടായിരിക്കും. പല കാരണങ്ങളായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? അങ്ങനെ അബ്സ്കോണ്ട് ചെയ്ത് പോകുന്ന പേഷ്യൻസിന്റെ വിവരങ്ങള് കൃത്യമായിട്ട് അവരുടെ റെക്കോർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. മസ്റ്റ് ബി റെക്കോർഡഡ് ഇൻ ദ പേഷ്യന്റ് ഫയൽ. അതും എങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കണം? അവര് മിസ്സായതായിട്ട് കണ്ടെത്തുന്ന ആ ഒരു ടൈം അല്ല, ടൈമും ഡേറ്റും വെച്ചിട്ട് അവര് മിസ്സായതായിട്ട് കണ്ടെത്തുന്ന ആ ഒരു ടൈം ഡേറ്റും കൃത്യമായിട്ട് അതിനകത്ത് രേഖപ്പെടുത്തി വെച്ചിരിക്കണം. ആ ഒരു എന്താ പറയുക, ആ ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡിനകത്ത്. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. പിന്നെ രണ്ടാമത്തെ എന്താണ്? ദ ട്രീറ്റിംഗ് ഫിസിഷ്യൻ മസ്റ്റ് നോട്ട് ആൻഡ് സൈൻ ദ റെക്കോർഡ് പ്രോപ്പർലി. അപ്പോ അവര് ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ അല്ലെ, ഫിസിഷ്യൻ, അവരെന്ത് ചെയ്യണം? ഈ കാര്യം കൃത്യമായിട്ട് നോട്ട് ചെയ്ത് ആ റെക്കോർഡിൽ സൈൻ ചെയ്തിരിക്കണം. ഓക്കെ, സൈൻ ചെയ്തിരിക്കണം. കാരണം ഇന്ന പേഷ്യന്റ് ഇന്ന് അബ്സ്കോണ്ട് ചെയ്ത് പോയി, അത് ഇന്ന ദിവസം ഇന്ന സമയം തൊട്ട് അയാളെ കാണുന്നില്ല, മിസ്സിംഗ് ആണ് എന്നുള്ള ആ ഒരു കാര്യം കൃത്യമായിട്ട് നോട്ട് ചെയ്ത് ആ ഒരു റെക്കോർഡിൽ രേഖപ്പെടുത്തി സൈൻ ചെയ്തിരിക്കണം. ആര്? അവരെ ട്രീറ്റ് ചെയ്യുന്ന ഫിസിഷ്യൻ. മൂന്നാമത്തെ എന്താണ് പറയുന്നത്? ദ മാറ്റർ ടു ബി കൺവേഡ് ടു ദ പോലീസ്. ഇത് മാത്രമല്ല, ഈ കാര്യം എത്രയും പെട്ടെന്ന് തന്നെ ഉടനടി ആരെ അറിയിച്ചിരിക്കണം? പോലീസിനെ അറിയിച്ചിരിക്കണം. അതാണ് അബ്സ്കോണ്ടഡ് പേഷ്യൻസിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. മനസ്സിലായോ? ഒളിച്ചോടി പോകുന്ന പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവരുടെ വിവരങ്ങൾ, ഓക്കെ, അവര് മിസ്സായതായിട്ട് കണ്ടെത്തുന്ന ടൈമും ഡേറ്റും അടക്കം മെഡിക്കൽ റെക്കോർഡ്, അയാളുടെ മെഡിക്കൽ റെക്കോർഡിനകത്ത് രേഖപ്പെടുത്തണം. അത് കൃത്യമായിട്ട് അവരെ ട്രീറ്റ് ചെയ്യുന്ന ഫിസിഷ്യൻ നോട്ട് ചെയ്ത് അതിനകത്ത് സൈൻ ചെയ്തിരിക്കണം. ഈ വിവരം വളരെ പെട്ടെന്ന് തന്നെ ആരെ അറിയിക്കണം? പോലീസിനെ അറിയിച്ചിരിക്കണം. മനസ്സിലായല്ലോ? ഓക്കെ. അടുത്തതാണ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് കേട്ടോ. എന്താണ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ലാമ ഡാമ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ? ലിവിങ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ അതെ അതെ ഡാമ ലാമയൊക്കെ പഠിച്ചില്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ദ പേഷ്യന്റ് ഹൂ ഡിസ്ചാർജ് ദംസെൽസ് ഫ്രം എ ഹോസ്പിറ്റൽ against the advice of their treating physicians should be treated as a discharged. അതായത് ഒരു അവരെ ട്രീറ്റ് ചെയ്യുന്ന ആ ഒരു എന്താ പറയുക, ഡോക്ടറുടെ ഉപദേശത്തിനെതിരായിട്ട്
ലീവ് ചെയ്ത് പോകുന്ന പേഷ്യൻസ് ഉണ്ടായിരിക്കും അല്ലെ. അത്തരം പേഷ്യൻസിനെ അവര് സ്വയം ലീവ് ചെയ്ത് പോകുന്നതായിരിക്കും, അവര് സ്വയം ഡിസ്ചാർജ് ചെയ്ത് പോകുന്നെങ്കിൽ ലീവ് ചെയ്ത് പോകുന്ന പേഷ്യൻസിനെ ഡിസ്ചാർജഡ് ആയിട്ട് കണക്കാക്കണം എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? അവര് ഡിസ്ചാർജഡ് ആയിട്ട് കണക്കാക്കിയിരിക്കണം. മനസ്സിലായല്ലോ? അപ്പൊ ഒരു ഡോക്ടറുടെ ഉപദേശത്തിനെതിരായിട്ട് സ്വയം ലീവ് ചെയ്ത് പോകുന്നത് കേട്ടോ, സ്വയം ലീവ് ചെയ്ത് പോകുന്ന പേഷ്യൻസിനെ ഡിസ്ചാർജഡ് ആയിട്ട് കണക്കാക്കിയിരിക്കണം. ഓക്കെ, പിന്നെന്താണ്? ഇറ്റ് ഷുഡ് ബി മെയ്ഡ് ഷുവർ ദാറ്റ് the signature or the patient or his or her nearest relative is obtained in the specified form. It should be made sure that the signature or the patient or his or her nearest relative is obtained in the specified form. Signature of the or the സിഗ്നേച്ചർ ഓഫ് ദ പേഷ്യന്റ്. അതായത് ഒരു കാര്യം കൂടെ ഉറപ്പാക്കണം, ആ ഒരു പേഷ്യന്റിന്റെ സിഗ്നേച്ചർ, ഓക്കെ, ലീവ് ചെയ്ത് പോകുന്ന ആ ഒരു പേഷ്യന്റിന്റെ സിഗ്നേച്ചർ അല്ലെങ്കിൽ അയാളുടെ ആ ഒരു വ്യക്തിയുടെ ഏറ്റവും അടുത്ത റിലേറ്റീവിന്റെ ആ ഒരു സിഗ്നേച്ചർ ആ സ്പെസിഫൈഡ് ഫോമില് ലഭിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. ഓക്കെ, ലീവ് ചെയ്ത് പോകുന്നു, പക്ഷെ ലീവ് ചെയ്ത് പോകുമ്പോ ആ ഒരു പേഷ്യന്റിന്റെ സിഗ്നേച്ചർ, ഈ പേഷ്യന്റ് സിഗ്നേച്ചർ ഇല്ലെങ്കിൽ അയാളുടെ ഏറ്റവും അടുത്തൊരു റിലേറ്റീവ് ആയാലും മതി, നിയറസ്റ്റ് ആയിട്ടുള്ള റിലേറ്റീവിന്റെ സിഗ്നേച്ചർ ആ ഒരു ഫോമിനകത്ത് ലഭിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, അതൊരു ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന് പിന്നീട് ഒരു ഇഷ്യൂ വരാനായിട്ട് പാടില്ലെങ്കിൽ അവർക്കെതിരെ ഒരു വരാൻ പാടില്ല, വിമർശനം വരാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് ഇവരുടെ സിഗ്നേച്ചർ ഒക്കെ വെക്കണം എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത നോക്കിയേ, ഡിക്ലറേഷൻ ബൈ ദ പേഷ്യന്റ് കേട്ടോ. ഡിക്ലറേഷൻ എന്താണ്? ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ പ്രഖ്യാപനം അല്ലെങ്കിൽ അവരുടെ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. ഡിക്ലറേഷൻ ബൈ ദ പേഷ്യന്റ്. ശ്രദ്ധിക്കാം, എനി പേഷ്യന്റ് ഹു വാണ്ട്സ് ടു മേക്ക് എ സ്റ്റേറ്റ്മെന്റ്സ് ബിഫോർ ഹിസ് ഡെത്ത്, such statements should be recorded in the patient's file in the presence of a magistrate. In the presence of a magistrate. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാം, മജിസ്ട്രേറ്റിന്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്യും കേട്ടോ. എന്താണ് പറയുന്നത്? നമ്മള് ഡെത്തിന് മുമ്പായിട്ട് അല്ലെ, ചിലവർ എന്താണ് മരിക്കുന്നതിന് മുമ്പായിട്ട് മൊഴി കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ചില പേഷ്യൻസ് ഉണ്ടായിരിക്കും അല്ലോ. അപ്പൊ അങ്ങനെയുള്ള മെഡിക്കോ ലീഗൽ കേസ് ഒക്കെ വരാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് മെഡിക്കോ ലീഗൽ കേസുകളൊക്കെ വരാം. അപ്പൊ അങ്ങനെയുള്ള കേസിലൊക്കെ രോഗികൾ മരിക്കുന്നതിന് മുമ്പായിട്ട് അവർ മൊഴി കൊടുക്കാനായിട്ട് അവര് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ സ്റ്റേറ്റ്മെന്റുകൾ എന്ത് ചെയ്തിരിക്കണം? പേഷ്യന്റിന്റെ ഫയലിൽ രേഖപ്പെടുത്തണം. അതും ആരുടെ പ്രസൻസില്? മജിസ്ട്രേറ്റിന്റെ പ്രസൻസിൽ. വെറുതെ രേഖപ്പെടുത്തിയാൽ പോരാ, മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തില് ആ കാര്യം പേഷ്യന്റിന്റെ ഫയലില് റെക്കോർഡ് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി ഇൻ ദ ആബ്സെൻസ് ഓഫ് എ മജിസ്ട്രേറ്റ്, ഇപ്പൊ മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യം ഇല്ലാന്നുണ്ട്, അപ്പൊ മജിസ്ട്രേറ്റിന്റെ അസാന്നിധ്യത്തിലാണെങ്കിൽ എന്ത് ചെയ്യണം? ദ ഡിക്ലറേഷൻ ക്യാൻ ബി റെക്കോർഡഡ് in the presence of three persons. In the presence of three persons that include the treating physician, a nurse, and the hospital administrator or his representative. മനസ്സിലായോ? അതായത് മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ പേഷ്യന്റിന്റെ ഫയൽ അത് രേഖപ്പെടുത്തുന്നത്. ഇപ്പോഴും മജിസ്ട്രേറ്റ് ഉണ്ടാകുന്ന നിർബന്ധമില്ലല്ലോ. മജിസ്ട്രേറ്റിന്റെ അസാന്നിധ്യത്തിലാണെങ്കിൽ, അദ്ദേഹം ഇല്ലാന്നുണ്ടെങ്കിൽ 3 വ്യക്തികളുടെ സാന്നിധ്യത്തിൽ വേണം അത് സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യാനായിട്ട്. ആരൊക്കെയാണ് ആ 3 വ്യക്തികൾ എന്ന് പറയുന്നത്? ഒന്ന് ട്രീറ്റിംഗ് ഫിസിഷ്യൻ അല്ലെ, അവരെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ, പിന്നെ നേഴ്സ് അല്ലെ, നേഴ്സ് ഉണ്ടായിരിക്കണം. പിന്നെ വരുന്നത് ആരാണെന്നറിയോ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ കേട്ടോ. ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. അഡ്മിനിസ്ട്രേറ്റർ ഇല്ലെങ്കിൽ അയാളുടെ ഏതെങ്കിലും ഒരു റെപ്രസെന്റേറ്റീവ് ആയാലും മതി കേട്ടോ, അല്ല ഏതെങ്കിലും ഒരു പ്രതിനിധി ആരെങ്കിലും ആയാലും മതി. അപ്പൊ അങ്ങനെയുള്ള 3 പേരുടെ സാന്നിധ്യത്തിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഫയല് റെക്കോർഡ് ചെയ്യും. മനസ്സിലായല്ലോ? അപ്പൊ അതാണ് ഡിക്ലറേഷനുമായിട്ട് ബന്ധപ്പെട്ട് അറിയേണ്ട പോളിസി. അതാണ്. ക്ലിയർ ആയോ? ഓക്കെ ആണ്. അപ്പൊ ഇത്രയാണ് നമ്മൾ പഠിച്ച മെഡിക്കൽ റെക്കോർഡ് പോളിസി. അപ്പൊ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, എന്താണ്? ഓക്കെ, നമ്മുടെ വാർഡിലേക്ക് പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തിട്ട് അത് അഡ്മിഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ് ഉത്തരവാദിത്തം ഉള്ളത്? ഒരു വാർഡില് പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാല് 2 മണിക്കൂറിനുള്ളിൽ അയാളുടെ ആ ഒരു അഡ്മിഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള ലയബിലിറ്റി ആർക്കാണ് അതിന്റെ ഉത്തരവാദിത്തം ഉള്ളത്? ഒന്ന് പറഞ്ഞില്ലേ? കറക്റ്റ് ആണ് കേട്ടോ. വാർഡ് മാനേജർ. കറക്റ്റ് ആണ് കേട്ടോ. സുനി, ആതിര, രഞ്ജിത, രമ്യ, കിരഞ്ഞു, ശ്യാമ, ജിസ്ന, ശ്രീലക്ഷ്മി, ഷിജിത, അഫ്സൽ. കറക്റ്റ് ആണ്. ഫഹീം കറക്റ്റ് ആണ് കേട്ടോ. വാർഡ് മാനേജർക്കാണ്. ഓക്കെ, പിന്നെ ഞാൻ ചോദിക്കട്ടെ, നമ്മള് ഒരു മരണത്തിന് മുൻപായിട്ട് മൊഴി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ സ്റ്റേറ്റ്മെന്റ് ആരുടെ സാന്നിധ്യത്തിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്?
ആരുടെ സാന്നിധ്യത്തിലാണ് റെക്കോർഡ് ചെയ്യുന്നത്? ആരുടെയാണ്? ഇസ് കറക്റ്റ്, മജിസ്ട്രേറ്റ് അല്ലെ. സുനീസ് ലക്ഷ്മി ജസ്നെ കറക്റ്റ് ആണ് കേട്ടോ. അരണ്യ, അസൽ, ഷിജിത, ശ്യാമ, ഓക്കെ, രഞ്ജിത കറക്റ്റ് ആണ് കേട്ടോ. മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തില്. മജിസ്ട്രേറ്റ് ഇല്ലെങ്കിലോ 3 പേര് അല്ലെ. 3 പേര് ടൈപ്പ് ചെയ്യണമെന്നില്ല, നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ആരൊക്കെയാണ്? ട്രീറ്റിംഗ് ഫിസിഷ്യൻ, പിന്നെ നഴ്സ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ അയാളുടെ ഏതെങ്കിലും റെപ്രസെന്റേറ്റീവ് ആയാലും മതി കേട്ടോ. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ നമ്മൾ നമ്പറിംഗ് രജിസ്ട്രേഷൻ സിസ്റ്റം മനസ്സിലാക്കി. നമ്പറിംഗ് സിസ്റ്റം അതൊക്കെ വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ് അല്ലെ. ഇത് ഓക്കെ ആണ്. ശരി, നമുക്കൊരു ചെറിയ ഭാഗം കൂടെ തുടങ്ങി വെച്ചിട്ട് അതെ ഇത്രയും കൂടി ഉള്ളൂ. കംപ്ലീഷനും കൂടെ ഒന്ന് പറയാം. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് പറയുന്നത് കേട്ടോ. കംപ്ലീഷൻ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. ഇനി മെഡിക്കൽ, ഇപ്പൊ നമ്മൾ ഇത്രയും നമ്മൾ കണ്ടത് മെഡിക്കൽ റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട ചില പോളിസികളാണ് കേട്ടോ. അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ടത് അതെല്ലാം മെഡിക്കൽ റെക്കോർഡുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പൊ രജിസ്ട്രേഷൻ സംവിധാനം, നമ്പറിംഗ് സംവിധാനം, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറെ പോളിസികളാണ് നമ്മൾ കണ്ടത്. ഇനി എന്താണ്? കംപ്ലീഷൻ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. മെഡിക്കൽ റെക്കോർഡ്സിന്റെ കംപ്ലീഷൻ അല്ലെ, പൂർത്തീകരണവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ ആണ്, നമുക്കൊന്ന് വായിക്കാം. Physicians have to complete the records before the discharge of a patient wherever possible. അതിന്റെ ഒരു ചോദ്യം കിടക്കുന്നുണ്ട് കേട്ടോ. ആരാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് അറിയോ? ഫിസിഷ്യൻസ് ആണ് കേട്ടോ. എന്താണ്? Physicians have to complete the records before the discharge of a patient wherever possible. അതായത് കഴിയുന്നിടത്തെല്ലാം എന്താണ്, ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപായിട്ട് അവരുടെ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ആരാണ്? ഫിസിഷ്യൻ ആണ്. ഓക്കെ, ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപായിട്ട് ആ ഒരു പേഷ്യന്റിന്റെ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഒരു ഫിസിഷ്യൻ ആണ് അല്ലെ. അവരെ ചികിത്സിക്കുന്ന ഫിസിഷ്യൻ ആണ് അഥവാ ഡോക്ടർ ആണ് കേട്ടോ. നമ്മൾ കംപ്ലീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? അതർവൈസ് they have to visit the medical record department continually to inspect all these discharge records for completion. ഇനി അതെല്ലാം ഉണ്ടെങ്കിൽ എന്ത് ചെയ്തിരിക്കണം? ഈ പറയുന്ന ആ ഒരു ഫിസിഷ്യൻ ഈ റെക്കോർഡ്സ് അല്ലെ ഡിസ്ചാർജ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ സ്ഥിരം വിസിറ്റ് ചെയ്തിരിക്കണം. അവരുമായിട്ട് സഹകരിച്ച് അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള നടപടികൾ അദ്ദേഹം ചെയ്തിരിക്കണം കേട്ടോ. ഒരു ഫിസിഷ്യൻ ചെയ്തിരിക്കണം. പിന്നെ എന്താണ് പറയുന്നത്? പേഷ്യന്റ് റെക്കോർഡ്സ് മസ്റ്റ് നോട്ട് ഹാവ് ബീൻ കെപ്റ്റ് ഇൻകംപ്ലീറ്റ് ഫോർ മോർ ദാൻ 30 days. ആ 30 days ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. 30 days ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. എന്താണ് പറയുന്നത്? 30 ദിവസത്തിൽ കൂടുതൽ ഒരു മെഡിക്കൽ റെക്കോർഡും ഇൻകംപ്ലീറ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞാല് 30 ദിവസത്തിനുള്ളിൽ, മാക്സിമം പോയ 30 ദിവസത്തിനുള്ളിൽ ആ മെഡിക്കൽ റെക്കോർഡ് എന്ത് ചെയ്തിരിക്കണം? കംപ്ലീറ്റ് ചെയ്തിരിക്കണം. മനസ്സിലായി? ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. 30 ദിവസത്തിൽ കൂടുതൽ ഒരിക്കലും മെഡിക്കൽ റെക്കോർഡ് ഇൻകംപ്ലീറ്റ് ആയിട്ട് ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മാക്സിമം പോയ 30 ദിവസത്തിനുള്ളിൽ മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യുക. ചിലപ്പോൾ ചോദിക്കാം എത്ര ദിവസത്തിനുള്ളിലാണ് കംപ്ലീറ്റ് ചെയ്തത്, അല്ല അങ്ങനെ ചോദിക്കാൻ എത്ര ദിവസത്തിൽ കൂടുതൽ ഇൻകംപ്ലീറ്റ് ആയിട്ട് ഇരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഉത്തരം എന്താണ്? 30 days ആണ് കേട്ടോ. 30 ദിവസമാണ്. മനസ്സിലായല്ലോ? നമുക്ക് ഇതിന്റെ ക്ലാസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കും കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് രണ്ടാമത്തെ പോയിന്റ്? ഏതില് രണ്ടാമത്തെ പോയിന്റ് ആണെന്ന് പറയോ? ഏതിലെയാണെന്ന് പറയൂ? രണ്ടാമത്തെ പോയിന്റ് ലാസ്റ്റ് അല്ലെ. അതായത് കംപ്ലീഷൻ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് അല്ലെ. അത് പറഞ്ഞതേ അതർവൈസ് ദേ ഹാവ് ടു വിസിറ്റ് ദ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് കണ്ടിന്യൂവലി ടു ഇൻസ്പെക്ട് ഓൾ ദീസ് ഡിസ്ചാർജ് റെക്കോർഡ്സ് ഫോർ കംപ്ലീഷൻ. നമ്മൾ പറഞ്ഞല്ലോ, അതായത് ഒരു രോഗി ഡിസ്ചാർജ് ചെയ്യുന്നതിനേക്കാളും മുമ്പായിട്ട് ആ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഒരു ഡോക്ടറാണ്. അവര് കൺസൾട്ട് ചെയ്യുന്ന ആ ഫിസിഷ്യൻ ആണ്. ഇനി കംപ്ലീറ്റ് ചെയ്യാത്ത പക്ഷം എന്നല്ല പറയുന്നത്, അവർക്ക് തന്നെയാണ് അതിന്റെ ഉത്തരവാദിത്തം. അതല്ലെങ്കിൽ അവരെന്ത് ചെയ്യണം? ഈ ഡിസ്ചാർജ് റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് അവർ ഡെയിലി മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് പരിശോധിക്കണം, അവർ വിസിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ. എന്നുവെച്ചാൽ അവരുടെ ഭാഗത്ത് അത്രയെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ശരിക്കും മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഫിസിഷ്യൻ ആണ്. ഇനിയിപ്പോ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യേണ്ടത് അവരാണ്. അതിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തിരിക്കണം? ഈ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ ഡെയിലി അവർ വിസിറ്റ് ചെയ്യണം. കാര്യം ആ സമ്മറി, ആ ഒരു റെക്കോർഡ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് അവർ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് എന്നും വിസിറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ അല്ലേ?
അപ്പൊ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ശരി, താങ്ക് യു.